നമസ്കാരം. മൂവി വേൾഡ് മീഡിയ മിനിറ്റീസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്താനായിട്ട്. കാരണം ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ് ഇന്ന് നമ്മുടെ അതിഥി. സോ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാതെ നമുക്ക് സ്വാഗതം ചെയ്യാം. അഹമ്മദ് സല. ഹായ്. നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷം? ഞാനേ അഹമ്മദിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ യൂട്യൂബർ, സിംഗർ, ആസ്ട്രോണോമർ, കോണ്ടന്റ് ക്രിയേറ്റർ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരാളായിട്ടാണ്. മൾട്ടി ടാലന്റഡ്. അതെ, സ്റ്റാൻഡപ്പ് കോമഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. അതെ. അപ്പം ഇതിൽ ഏത് പ്രൊഫൈലാണ് യു ആർ ടെറിബിൾ? ടെറിബിൾ എന്ന് പറയുമ്പോൾ നല്ലതാണോ? നല്ലതായിട്ട് തന്നെ പറയാം. അങ്ങനത്തെ ടെറിബിൾ. അതെ. ഐ വുഡ് സേ മെയിൻലി പ്രൊഫഷൻ എനിക്ക് ഹോബിയായിട്ട് മാറി പാഷനായിട്ട് ജോലി ചെയ്തതാണ് സ്പേസ് സയൻസ്. അപ്പോൾ എനിക്ക് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്, നോളജ് ഇഷ്ടമാണ്. എഡ്യൂക്കേഷൻ അല്ല, പക്ഷേ ഐ വുഡ് ലൈക്ക് ടു നോ മോർ. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഇറങ്ങണതാണ്. അല്ലാണ്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാത്ത കാര്യങ്ങൾ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മെഡിക്കൽ സയൻസ് ആയിക്കോട്ടെ. അപ്പോൾ അറിവ് നേടാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ തിങ്ക് നോളജിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. ബാക്കി ആർട്ടിസ്റ്റിക് സൈഡ് എനിക്ക് ഉള്ളിലുള്ളത് എങ്ങനെയെങ്കിലും പുറത്ത് വരുത്തണം. ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആൾക്കാരുടെ. അപ്പോൾ അതൊക്കെ അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഒരു 7-8 ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഇപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വെച്ചാൽ ഒരു ഇമോഷൻസ്, ഓഡിയൻസിൻ്റെ ഒരു ഇമോഷൻസിനെ കയ്യിലിട്ട് കളിക്കുന്ന ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ സൈക്കോളജി ആണോ അതോ അൽഗോരിതം ആണോ? അൽഗോരിതം ഇസ് മെയിൻ. ഓക്കെ. പക്ഷെ ഫോക്കസ് ചെയ്യണത് എനിക്ക് എൻ്റെ കാര്യം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ എൻ്റെ വ്യൂസും കാര്യങ്ങളും അത്രയ്ക്ക് ഹൈ ആയിരിക്കില്ല കമ്പയർഡ് ടു അതർ ക്രിയേറ്റേഴ്സ്. കാരണം എനിക്ക് ട്രെൻഡിൽ കയറി പിടിച്ച് അത് മാത്രം പിടിച്ച് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ സിഗ്നേച്ചർ അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാ ട്രെൻഡും നമ്മൾ രീതിയിൽ ചെയ്യണ ഒരു രീതി ആയിരിക്കണം. അല്ലാണ്ട് ട്രെൻഡ് മാത്രം നോക്കണമെങ്കിൽ അൽഗോരിതം ഹാസ് ടു ബി മെയിൻ. ബട്ട് എനിക്ക് കണക്ട് ചെയ്യണം ഓഡിയൻസ് ആയിട്ട്. സോ പ്രയോറിറ്റി കണക്ഷൻ ആണ്, ബട്ട് അൽഗോരിതം ഹാസ് ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ. കാരണം നമ്മൾ ഒരു ഫീൽഡിൽ ആകുമ്പോൾ വി ഹാവ് ടു സീ ദ വേ ഇറ്റ് റൺസ്. അപ്പോൾ അവരുടെ ഓരോ രീതികൾ നമ്മൾ നോക്കുമ്പോൾ അൽഗോരിതം ഫോളോ ചെയ്യണം. പക്ഷേ എനിക്ക് പ്രയോറിറ്റി സൈക്കോളജി ആണ്. അപ്പോൾ കൂടുതൽ ഹ്യൂമൻ സൈക്കോളജി കണക്ഷൻ വേണം എനിക്ക്. കാരണം ആൾക്കാർ ഇൻറ്ററാക്ട് ചെയ്യണം. പിന്നെ ഇൻറ്ററാക്ട് ചെയ്യിപ്പിക്കാൻ വേറെ വഴികളുണ്ട്, ലൈക്ക് ടു ഡു ട്രിക്സ് ആൻഡ് സ്റ്റഫ്. അത് അൽഗോരിതമാണ്. അല്ലാണ്ട് നാച്ചുറലായിട്ട് ഇന്റലക്ച്വൽ ആക്കണം ആൾക്കാർ. ഐ ഡോണ്ട് ലുക്ക് അറ്റ് ദം ആസ് ജസ്റ്റ് പീപ്പിൾ ഫോളോയിങ് മീ. ഈച്ച് പേഴ്സൺ ഈസ് എ ഹ്യൂമൻ. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ചിന്താഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് കണക്ട് ചെയ്യാൻ അവരെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ബ്രെയിൻ റെസ്പെക്ട് ചെയ്യണം നമ്മൾ. സോ അങ്ങനത്തെ കോണ്ടന്റാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നോളജ് ഉണ്ടോ, ഇൻഫർമേഷൻ ഉണ്ടോ അതിൽ. അതാണ്. അപ്പം ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ചിലർ കോണ്ടന്റ് ചെയ്യുമ്പോൾ ചില ഓഡിയൻസിനെ ചിലപ്പം കരയിക്കാം, ചിരിപ്പിക്കാം. അപ്പം അഹമ്മദ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഇന്റലക്ച്വൽ തിങ്സിനെയാണ്. ഇന്റലക്ച്വൽ പ്ലസ് ഫണി. ഇറ്റ് ഹാസ് ടു ബി എന്റർടൈനിങ്. ഓക്കെ. അത് കോമഡി ആവണം നിർബന്ധമില്ല. ചിന്തിപ്പിക്കുന്ന തമാശകളുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ അവസാനം ഒരു തോട്ട് പ്രോസസ്സ്, ഇതിങ്ങനെയാണോ, രണ്ടാമതൊന്ന് കണ്ടു നോക്കണം, ഈ ഇൻഫർമേഷൻ ശരിയാണോ എന്ന് അറിയാൻ. അങ്ങനത്തെ ഒരു രീതിയാണ് എന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ഈ അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ ഓരോ കാര്യങ്ങളും ഡേ ടു ഡേ. അപ്പം എങ്ങനെയാണ് ഇതിന് അപ്ഡേറ്റ്സ് നിങ്ങളെ തന്നെ നിങ്ങൾ പോളിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? യു ഹാവ് ടു സ്റ്റേ അപ്പ്. നോക്കണം. നമ്മൾ പോസ്റ്റ് ചെയ്ത് മാത്രമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് പോകാറുണ്ട്. പിന്നെ ബാക്കിയുള്ളവർ ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കണം. പിന്നെ ട്രെൻഡിങ് ഓഡിയോസ്, ട്രെൻഡിങ് ട്രെൻഡ്സ്, അതിനെയൊക്കെ നമ്മുടെ രീതിയിൽ എങ്ങനെ ആക്കി എടുക്കാമെന്നുള്ള ചിന്തയുണ്ട്. സോ ട്രെൻഡ്സ് ആയിട്ട് നമ്മൾ എന്തായാലും വി ഹാവ് ടു ബി ഷുവർ ദാറ്റ് വി നോ, അറിയണം. കാരണം ഇപ്പോഴത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ മീം കൾച്ചറാണ്. സോ നമ്മൾ സംസാരിക്കുമ്പോഴും വിറ്റ് പറയുമ്പോഴും നമ്മൾ സിനിമയുടെ ലൈൻ ഡയൽസ് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് നമ്മൾ മലയാളികളുടെ വളരെ കോമൺ ആണ്, ഈവൻ അതർ ലാംഗ്വേജസ്. ബട്ട് മീം കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജോലിക്കിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൊളീഗിൻ്റെ അടുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ റിലേറ്റബിൾ ആയിട്ടൊരു മീമിൻ്റെ ലൈൻ പറഞ്ഞാൽ അത് വിറ്റാണ്, ഭയങ്കര വിറ്റാണ്. സോ അതിന് അപ്ഡേറ്റ് ആയിരിക്കാൻ യു ഹാവ് ടു ബി ഷുവർ ദാറ്റ് യു ആർ വാച്ചിങ്, യു ആർ നോയിങ് അവരെന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ രീതിയിൽ നമുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനത്തെ അപ്ഡേഷൻ വി ഹാവ് ടു കീപ്പ് അപ്പ്. ഓക്കെ. ഈ ആസ്ട്രോണോമറിലേക്ക് വന്നത് എങ്ങനെയാണ്? കാരണം ഇപ്പം എനിക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ എനിക്ക് രസമായിട്ട് തോന്നുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്, അതേസമയം തന്നെ ആസ്ട്രോണോമറാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് എക്സ്ട്രീം ആണല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ ഈ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? പ്രൊഫഷൻസ് ഒന്നാവാം അല്ലെങ്കിൽ രണ്ടാവാം, ബട്ട് പാഷൻസ് യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ലൈൻസ്. അത് ഒരിക്കലും നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. അപ്പോൾ എനിക്ക് ക്രൗഡിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ദ ജോബ് ഐ ഡു, ഐ ഹാവ് പബ്ലിക് സ്പീക്കിംഗ് സെഷൻസ്, അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടതാണ്. സോ അത് സയൻറ്റിഫിക് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വുഡ് ലൈക്ക് ടു ഓൾസോ ഹാവ് ഫൺ. അപ്പോൾ തമാശ പറയാനും ഒരു ക്രൗഡ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ആൻഡ് ഇറ്റ്സ് എന്താ പറയുക, ലൈക്ക് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ അവരുടെ റിയാക്ഷൻ കിട്ടൂലേ, അതൊരു ഹരമാണ് ആക്ച്വലി. സോ സ്റ്റാൻഡപ്പ് കോമഡി പണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2015-16 സമയത്ത് ചെറിയ ചെറിയ ക്ലബ്സ് ഉണ്ടായിരുന്നു ദുബായിൽ. ഇപ്പം കുറച്ച് വലുതായിട്ടുണ്ട് സീനൊക്കെ.
ആൻഡ് നൗ ഐം പാർട്ട് ഓഫ് ഇമാറാത്തി കോമഡി ക്ലബ്. അവർ അറബിക്കിലാണ് കോണ്ടന്റ് ചെയ്യുക. ഷോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ലൈക്ക് വല്ലപ്പോഴും ഇവൻറ്റ്സ് ഒക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വി ഡു ഷോസ്. അതിൽ MC ചെയ്യാറുണ്ട്. ഐ ഓൾസോ ഡു ബിറ്റ്സ് അങ്ങനെ. സോ സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു കോമഡി ക്ലബ്ബായിരുന്നു. പിന്നെ അത് വലുതായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. അത് വല്ലപ്പോഴും തോന്നുമ്പം ചെയ്യണ ഒരു പരിപാടിയാണ്. ഇൻകം റവന്യൂ ഒന്നുമില്ല അതിൽ. അത്രയ്ക്ക് നമ്മൾ പാഷനായിട്ട് ചെയ്യണതാണ്. ഇഫ് ഇറ്റ് ബിക്കംസ് ബിഗ് ഇൻ ദ ഫ്യൂച്ചർ ദെൻ വിൽ ഹാവ് ടിക്കറ്റ് ബേസ്ഡ്. ചിലപ്പം സ്വന്തമായിട്ട് സ്പെഷ്യലും ചെയ്ത് ചിലപ്പോൾ 1 hour സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ബേസ് നമുക്ക് ചെയ്യാനും പറ്റും. അത് അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിരിക്കും. ഓക്കെ. ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പം ഏത് ബേസ് ചെയ്തിട്ടാണ്? ഈവൻ സ്റ്റോറി ടെല്ലിംഗ് ആണോ? അത് ഏതാണ് ഫോക്കസ് ചെയ്യുന്നത്? എനിക്കിഷ്ടം സ്റ്റോറി ടെല്ലിംഗ് ആണ്. സോ സ്റ്റോറി ടെല്ലിംഗിൽ പഞ്ച് ലൈൻ ഉണ്ടാക്കാം. അവിടെയും കുറച്ച് ചിന്ത, ആൻഡ് ദെൻ അവിടെ നിന്ന് ഇമിറ്റേഷൻ, പിന്നെ സന്ദർഭം ഡിസ്ക്രൈബ് ചെയ്യുക, ആൻഡ് ദെൻ ബിൽഡപ്പ് ടു എ പഞ്ച്, ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റോറി ബിൽഡപ്പ് ടു എ പഞ്ച്. അങ്ങനെ. ഫസ്റ്റ് ചെയ്തത് ഏത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ട്. ഒന്ന് പറയൂ. അതൊരു 5 മിനിറ്റ്. അതൊരു നല്ലൊരു മെമ്മറിയാണ്. ഇത് വാസ് സ്റ്റുഡൻറ്റ് മെറ്റീരിയൽ ആയിരുന്നു ഫസ്റ്റ് ചെയ്തത്. അത് ഡേവ് എന്ന് പറഞ്ഞ ഒരാൾ, ഈ ഹാഡ് എ കോമഡി ക്ലബ് ഇൻ ദുബായ്. അപ്പോൾ അവർ ഇങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, റെസ്റ്റോ ബാർ, അവിടെയൊക്കെ അവർ ഇങ്ങനെ ഇതിനെ പറ്റി ഇൻവൈറ്റ് ചെയ്തിട്ട് ആൾക്കാർ വിളിക്കും. സോ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇറ്റ് വാസ് എ സ്റ്റുഡൻറ്റ് മെറ്റീരിയൽ. സോ എനിബഡി ക്യാൻ കം, രജിസ്റ്റർ ഓൺലൈൻ, ഫേസ്ബുക്കിലായിരുന്നു. ആൻഡ് ദെൻ യു ക്യാൻ വാക്ക് ഇൻ ആൻഡ് ഡു ഒരു 5 മിനിറ്റിൻ്റെ ഒരു പരിപാടി ചെയ്യാം. 5 മിനിറ്റ് മാത്രം. സോ 5 മിനിറ്റിൽ യു ഹാവ് ടു മേക്ക് യുവർ നെയിം. ഫസ്റ്റ് 5 മിനിറ്റ് അത്. അപ്പം എനിക്കാണെങ്കിൽ അവരുടെ രീതി എങ്ങനെ അറിയില്ല. സോ അവിടെ പോയി ഇരുന്നപ്പം എൻ്റെത് ഐ തിങ്ക് വാസ് 9-10 ആയിരുന്നു ഞാൻ. ആദ്യത്തെ 8 പേരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ചെറിയ ലൈൻ 2-3 ലൈനിൽ പഞ്ചിടും. അപ്പോൾ നല്ല ചിരി കിട്ടും. എൻ്റെ പരിപാടി അതല്ലായിരുന്നു. എൻ്റെ ഒരു കഥ പറഞ്ഞിട്ട് പഞ്ച് അപ്പോഴത്തേക്ക് അവർ ഉറങ്ങിപ്പോകും. അതാണ് എൻ്റെ പേടി. ബട്ട് അപ്പോൾ എത്തിയപ്പോൾ ഐ ചേഞ്ച് ദ സ്ക്രിപ്റ്റ്. അവിടെ ഇരുന്നിട്ട് തന്നെ മാറ്റി. പിന്നെ ഫസ്റ്റ് 5 മിനിറ്റ് ഐ ഡിഡ് 4.5 minutes അങ്ങനെ ചെയ്തു. അത് വലിയൊരു പഞ്ചിൽ എൻഡ് ചെയ്തു. ദാറ്റ് വാസ് ഗുഡ്. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതിപ്പം കയറി കുറച്ച് വർക്കിലുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഡേവ് ഷപ്പേൽ, റസൽ പീറ്റേഴ്സ് അവരൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ ഇതിനൊക്കെ ചാടി ഇറങ്ങുന്നത്. അവരൊക്കെ ആണെങ്കിൽ ദേ ആർ ലൈക്ക് വെറ്ററൻസ്. സോ ദേ നോ. അവർ ശരി കയറുമ്പോൾ ക്രൗഡിനെ അവരങ്ങനെ പോക്കറ്റിലാക്കും ഫസ്റ്റ് 5 മിനിറ്റിൽ. അത് നോട്ടീസ് ചെയ്യണം എപ്പോഴും. സോ ഫസ്റ്റ് 5-6 minutes ദേ ആർ ജസ്റ്റ് കളക്ടിങ് ദ ക്രൗഡ്. കാരണം അതിലും ടഫ് ക്രൗഡ് ഉണ്ടാവും. പിന്നെ ഇവർ കുറച്ച് ലൂസ് ക്രൗഡായിരുന്നു. സ്റ്റുഡൻറ്റ് മെറ്റീരിയലാണ്. സോ ദേ ആർ ലൂസ് വിത്ത് യു. അവർ വലിയ ഇതൊന്നും ഉണ്ടാക്കിയില്ല. സോ 5 മിനിറ്റ്, ഫസ്റ്റ് 5 മിനിറ്റ് 2.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഫ്ലോയിലായി. പിന്നെ അത് സെറ്റായി. ക്രൗഡ് റിയാക്ഷൻസ് നല്ലതായിരുന്നു. കാരണം അവർ ഒന്നാമത് സ്റ്റുഡൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് അവർ കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ മറ്റേ സീനിയേഴ്സൊക്കെ വരുമ്പോഴത്തേക്ക് അവർ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർ ദേ ഹാവ് ടു മേക്ക് മീ ലാഫ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. പുതിയ ആളാകുമ്പോഴത്തേക്ക് ദേ സപ്പോർട്ട്, ദേ ക്ലാപ്പ്. ബട്ട് ഇറ്റ് വാസ് ഗുഡ് ഫസ്റ്റ്. അവിടെ നിന്നാണ് പിന്നെ MC-നോട്ട് കയറിയത്. ഓക്കെ. ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നത് ഒരു ചെറിയ ടാസ്ക് അല്ല, അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അതിലേക്ക് വരിക, നമ്മൾ ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡി എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഷോസ് ആയിട്ട് നടത്താറുണ്ട്, ഒരുപാട് ആൾക്കാർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മലയാളികളുടെ ഇടയിലേക്ക് ഇത് അത്ര വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല തോന്നുന്നു. കാരണം നമ്മൾ പല ഇവൻറ്റുകളിലും ഒരു സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോൾ അതിനെ വരവേൽക്കുന്നത് വളരെ വിരളമായിട്ടാണ്. പക്ഷേ ഇപ്പം നമ്മൾ TV ഷോസൊക്കെ കണ്ടിട്ട് ആൾക്കാർ അത് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഒരു മലയാളി എന്ന രീതിയിൽ ഈ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പ്രിക്കോഷൻസോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി മലയാളത്തിൽ ഫുൾ ഷോ നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ മലയാളത്തിൽ ഐ വോണ്ട് ടു ഡു പ്ലാനുണ്ട്. ബട്ട് ക്രൗഡിൻ്റെ ഐ തിങ്ക് ഇറ്റ്സ് ആക്സെപ്റ്റിംഗ്. കാരണം ഐ ടെൽ യു, നമ്മുടെ പിഷാരടി, ടീനി ടോം ഇവരൊക്കെ ആക്ച്വലി ചെയ്ത സ്റ്റാൻഡപ്പ് കോമഡിയാണ്. നമ്മളത് മിമിക്രി എന്ന് പറയും. ബട്ട് മിമിക്രി എന്ന് പറയുമ്പോൾ ദേ ആർ ജസ്റ്റ് ഇമിറ്റേഷൻ മാത്രമല്ല. അവർ ആക്ച്വലി നമ്മൾ കേട്ട് നോക്കിയാൽ ദേ ആർ നോട്ട് ജസ്റ്റ് ഇമിറ്റേറ്റിംഗ്. അവർ വന്നിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ മോഹൻലാൽ വന്നിട്ട് മമ്മൂക്കയോട് ഇങ്ങനെ പറഞ്ഞു, അതൊരു കഥയാണ്. സോ ദേ ആർ ആക്ച്വലി ഡൂയിങ് സ്റ്റാൻഡപ്പ് കോമഡി. പക്ഷെ അത് നമ്മളെ വേറെ ഒരു വെസ്റ്റേണൈസ്ഡ് കൾച്ചറിൽ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയും. നമ്മളതിന് മിമിക്രി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈസ്റ്റ് കോസ്റ്റ് ടൈം തൊട്ട് ഓർമ്മയില്ലേ, US ഷോ, UK ഷോ, സ്റ്റേജ് ഷോസ്. അപ്പോൾ അവർ അതൊക്കെ ചെയ്യണത് അത് സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നു. ബട്ട് അതിന് വേറെ പേരായിരുന്നു. ബട്ട് അതേ പരിപാടി ഇഫ് വി ഡു ഇറ്റ് ഇൻ ടുഡേസ് ടൈം, ഇറ്റ്സ് ആക്ച്വലി ഗോണ ബി സ്റ്റാൻഡപ്പ് കോമഡി. അപ്പം ഐ തിങ്ക് മലയാളി ഓഡിയൻസ് നോ വാട്ട് ഇറ്റ് ഇസ്. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല. അവർ യൂഷ്വലി അവാർഡ് ഷോ സ്റ്റേജിന് ഒരു മോണോലോഗ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വന്ന് MC ഫോർ എക്സാമ്പിൾ പിഷാരടി അല്ലെങ്കിൽ വന്നിട്ട് ഒരു കഥ പറയുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൈ അടിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, അവാർഡ് കൊടുക്കുന്നു. അതായിരുന്നു. സ്റ്റാൻഡപ്പ് മാത്രമായിട്ടൊരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. സോ അത് ഫ്യൂച്ചറിൽ വരണം. നാട്ടിൽ ഐ തിങ്ക് ദർ ആർ സം ഗ്രൂപ്പ്സ്, വലുതായിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ നല്ലവരുണ്ട് കുറേ സ്റ്റാൻഡപ്പ് കോമഡീസ്. ദേ ഹാവ് മെയ്ഡ് ഇറ്റ് ബിഗ്. വീർദാസ്, രാഹുൽ സുബ്രഹ്മണ്യം, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. ബട്ട് സൗത്തിൽ വി ആർ സ്റ്റിൽ ചെയ്യണത് ബാംഗ്ലൂരിലും മുംബൈയിലൊക്കെയാണ്.
കേരളത്തിൽ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ബിഗ് യെറ്റ്, ബട്ട് ഇറ്റ്സ് തമിഴിയൻസ് കുറച്ച് ഉണ്ട് നല്ല സ്റ്റാൻഡപ്പ് കോമഡിയൻസ് ഇഷ്ടംപോലെ ഉണ്ട്. അവരെ ഇഫ് യു ലോൺസ് ദ വീഡിയോസ് സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇറ്റ്സ് എ കോമഡി ക്ലബ്. അതെ, അപ്പോൾ അവരുടെ ക്ലബിന്റെ പേര് ബാക്കിലുണ്ടാവും, ഒരു മൈക്ക് ഉണ്ടാവും, and then ചെറിയൊരു ഓഡിയൻസ് ആയിരിക്കും, ഒരു 50 പേര്, അതായിരിക്കും സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ നോട്ടീസ് ആയി കഴിഞ്ഞ് വീഡിയോ വൈറലായി കഴിഞ്ഞിട്ട് they'll get full shows. Matt Rife is the current sensation. His video blew up on TikTok. അവിടെ നിന്ന് now he's got world tours. Young guy, he's 28 or something. Okay. ഈ 2 വർഷം മുമ്പാണ് he blew up. Now he has full packed world tours. Yeah. ഈ സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോൾ നമ്മൾ ചാക്യാർ കൂത്ത്, ശരിക്കും ചാക്യാർ കൂത്ത് നമുക്കൊരു സ്റ്റാൻഡപ്പ് കോമഡി, ഇപ്പം അതിൻ്റെ ഒരു വേർഷനാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയാം. അപ്പം അത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം. ജയരാജ് വരറാന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ചാക്യാർ കൂത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടാണ്. അപ്പം ഈ സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി എടുക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ഇൻ്റർനാഷണൽ ലെവലൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നത് ഒരു പക്ഷേ ഇന്ത്യൻസ്, എസ്പെഷ്യലി മലയാളീസ്. ഇപ്പോൾ ഞാനൊരു സൗത്ത് ഇന്ത്യൻ ഒന്ന് കണ്ടപ്പോൾ അതിൽ മലയാളീസിൻ്റെ ട്രോള് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വിദേശികളാണെങ്കിലും ഇന്ത്യൻസിനെ എടുത്ത് ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇമിറ്റേഷൻ, അതാണ് അവരുടെ ഇമിറ്റേഷൻ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അതൊരു ഒഫെൻസീവായിട്ട് എടുക്കാൻ ഞാൻ ചില ജോക്സ് ഒക്കെ കുറച്ച് ക്രോസിംഗ് ലൈൻ ആയിരിക്കും. ഇറ്റ് മൈറ്റ് ബി ബോർഡർ ലൈൻ റേസിസം, അതൊരു എത്താൻ ചാൻസ് ഉണ്ട്. ബട്ട് ദർ ആർ സം പീപ്പിൾ ഹു ഡു ഇറ്റ് ഇൻ എ വെരി നൈസ് വേ. ട്രെവർ നോവ ഫോർ എക്സാമ്പിൾ, ട്രെവർ ഇസ് ഡെയിലി ഷോയിൻ്റെ ഹോസ്റ്റ് ആയിരുന്നു, ഇപ്പം ഹി മൂവ്ഡ്. ഹി ഡസ് തിങ്സ് വെരി സട്ട്ലി, നല്ല സ്മൂത്ത് ആയിട്ടാണ്. ഹി സൗത്ത് ആഫ്രിക്കൻ, ബട്ട് ഹി ഡസ് ആക്സെൻറ്റ്സ്, റഷ്യൻ ചെയ്യും, ഇന്ത്യൻ ചെയ്യും. അപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പാണ്, പക്ഷേ അതിനെ ഒരു ഭംഗിയോടെ ചെയ്യുക, വൃത്തിക്കാ ചെയ്യുക. റേസിസം എന്ന് പറയില്ല. ചില ആൾക്കാർ ചെയ്യണത് യു ക്യാൻ ക്ലിയർലി സീ ഇറ്റ്, ഇറ്റ്സ് പ്യുവർലി ഹേറ്റ്. ദർ ഇസ് ഹേറ്റ് ആൻഡ് ദേ ഹാവ് ഇറ്റ് ഇൻസൈഡ് ദം. അപ്പോൾ അവരുടെ ദേഷ്യം അവർ തമാശയായിട്ട് കാണിക്കുന്നത് പോലെ ഉണ്ട്, ബട്ട് ചിലത് ഒബ്സർവ് ചെയ്ത് വന്ന് ചെയ്യണ പോലെ ഉണ്ട്. ആൻഡ്രൂ ഷുൾസ് എന്ന ആളുണ്ട്. ഐ ലൈക്ക് അബൌട്ട് ഹിം, അവൻ്റെ കുറേ ജോക്സ് ഭയങ്കര ഒഫൻസീവാണ്, വെരി ഒഫൻസീവ് ജോക്സ്. ബട്ട് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ഹിം ഇസ് അവൻ വേൾഡ് ടൂർ ചെയ്യുമ്പോൾ ഒരു കൺട്രിയിൽ പോയിട്ട് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഹിൽ സ്പെൻഡ് ദെയർ. എന്തിന്? അറിയാൻ വേണ്ടി. അവർ ലോക്കൽസായിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്യും. ഇവിടെ ദുബായ് വന്നപ്പോൾ, അബുദാബിയിലായിരുന്നു, ഈ അബുദാബി വന്നപ്പോൾ ഹി സ്റ്റേഡ് ഇൻ അബുദാബി വിത്ത് ദ ലോക്കൽസ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ് ആൻഡ് ഹി ഓപ്പൺ ദ ആക്ട് വിത്ത് 5 minutes. ഫസ്റ്റ് 5 minutes എല്ലാ ലോക്കൽസും ദേ ആർ ലൈക്ക്, വാ, ഹൗ ഡസ് ഹി നോ ദിസ്? ഹി വാസ് സേയിങ് വേർഡ്സ് ലൈക്ക് അനാത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ലോക്കലി പറയുന്ന വേർഡ്സ് അതൊക്കെ അതെങ്ങനെയാണ് അറിഞ്ഞു. പിന്നെ അവൻ കറക്റ്റ് ആ ലൈൻ, ലൈക്ക് ഹി ഫോംഡ് എ സ്റ്റോറി ടു ഇൻക്ലൂഡ് ദാറ്റ് വേർഡ്. അപ്പോൾ ദാറ്റ്സ് എ സ്കിൽ. അപ്പോൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഒഫെൻസീവ്, ഇറ്റ്സ് നീറ്റ്, ഇറ്റ്സ് കണക്ടിങ് വിത്ത് ദ പീപ്പിൾ. തായ്ലാൻഡിൽ പോയാൽ അതുപോലത്തെ, ഹീസ് ഗോൺ ടു വിയറ്റ്നാം, അവരുടെ ക്രൗഡായിട്ട് അവരുടെ കൾച്ചർ കാര്യം. മലയാളത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രൗഡിന് മുമ്പ് ഒരാൾ വന്നിട്ട് പൊറോട്ട ബീഫിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു, ഇഫ് ഇറ്റ്സ് എൻ അമേരിക്കൻ പേഴ്സൺ ഓർ ജർമൻ, നമുക്കൊരു കണക്ഷൻ വരും. നമ്മളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു, മുണ്ടും ഷർട്ടും മുണ്ടും ഇട്ട് മടക്കി കുത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഴും. അതാണ് ആക്ച്വലി ഫസ്റ്റ് 5 minutes കണക്ഷൻ ചെയ്യാന്ന് പറയാം. പക്ഷെ ആ ടൈമിലും ചില ടൈമിൽ ഇപ്പോൾ റേസിസത്തെ നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ഞാനൊരു മലയാളി ആണെങ്കിലും ചില കാര്യങ്ങൾ നമുക്കറിയാം, ഓക്കെ മലയാളി ഇങ്ങനെയാണ് എന്ന് പറയുമ്പം ആ റേസിസത്തെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അത് ഒരുപാട് അതിര് കടക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വരുമല്ലോ. ഇപ്പം ബോഡി ഷേമിങ് പാടില്ല, പക്ഷെ ഒരു കാലഘട്ടത്തിൽ അത് മാത്രമായിരുന്നു. മൂവീസ് നോക്കിക്കോ, അതെ, പണ്ടൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് പറയാ, ലൈക്ക് മൂവീസ് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ലൈക്ക് ഇറ്റ്സ് ഒഫെൻസീവ്, ഇറ്റ്സ് ബാഡ്? കാരണം അന്ന് വി ആർ ലൈക്ക് ദിസ് ഇസ് എ നോർമൽ. പിന്നെ വി സ്റ്റാർട്ടഡ് ഫിഗറിംഗ് ഔട്ട് ദ മെന്റൽ ഹെൽത്ത്, വാട്ട് ഹാപ്പൻസ് ടു സംവൺ. നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിക്കുമ്പോൾ അവരങ്ങനെ ദേ വർ ബോൺ ലൈക്ക് ദാറ്റ് ഫോർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോൾ വാട്ട് ഡു ദേ ഫീൽ? ഇപ്പം ആ അവയർനെസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ജോക്സിൻ്റെ ഒരു ടൈം കഴിഞ്ഞു. സോ നൗ ഇറ്റ്സ് ചാലഞ്ചിങ് ബിക്കോസ് നൗ വി ഹാവ് ടു ബി റിയലി കെയർഫുൾ. At the same time, we have to be funny. You can be funny with insulting. Insulting funny, Aksheba Hastyam. Aksheba Hastyam is easy. But അതിൽ കുറേ ചിരി വരെയും ചെയ്യും. കാരണം നമ്മൾ സ്ഥിരം സ്കൂളിലൊക്കെ കുറേ ബുള്ളി ആയിട്ടുള്ള നമ്മളെല്ലാവരും. So I have been bullied. അപ്പോൾ അതൊക്കെ when they bully me, ചുറ്റുള്ള ആൾക്കാർക്ക് തമാശ. So they laugh and കൈയടിക്കും. But they enjoyed this. വീട്ടിൽ പോയാൽ they are watching offensive shows. It could be very bad shows, misogynistic jokes. It could be body shaming jokes. And our parents might be like laughing and അപ്പോൾ നമ്മൾ സ്വന്തം പാരൻസ് ചിരിക്കണാണ് പോലെ ഇതാണ് തമാശ.
So that thankfully it has changed now. Yes. So now we have to be more careful. യെസ്, പക്ഷെ അതൊരു ഭയങ്കര ചാലഞ്ച് അല്ലേ? കാരണം നമ്മൾക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ ഈ ആക്ഷേപഹാസ്യമല്ല, ഈ ഒരു കളറിസം അല്ലെങ്കിൽ റേസിസം അതിനെയൊക്കെ വെച്ച് നമ്മൾ ഇത്രയും തമാശ പറയുമ്പോൾ ഈ ഒരു പ്യുവർ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാം. അത് ചിന്തിച്ചിട്ടുണ്ട്? അതായത് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ കോമഡി ചെയ്ത് മറ്റുള്ളവരെ ചിരിപ്പിക്കുക? അപ്പോൾ നമ്മൾ ഇതിലായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. You don't think about making them laugh by insults. ഓക്കെ. കാരണം നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞാലും ആൾക്കാരെ ടിക്ലിംഗ് നെർവ് ടച്ച് ചെയ്യാൻ പറ്റുക. സോ ഇഫ് യു ആർ ഫോക്കസിങ് ജസ്റ്റ് ഓൺ ഷെയ്മിങ്, കുറേ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിലേറ്റബിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ റിഫൈൻ ചെയ്യണം. സോ ഇൻസൾട്ടിങ് ബോഡി ഇസ് റിലേറ്റബിൾ. നമ്മൾ മൂവീസ് കണ്ടിട്ടുണ്ട്, ടി വി ഷോസ് കണ്ടിട്ടുണ്ട്, ഈവൻ ലൈക്ക് നോട്ട് ടു ഫാർ അവേ ഈ അടുത്തും there are comedy shows which include body shaming. Yes. And that's a part of the script. അപ്പോൾ അവർ എഴുതുമ്പോൾ അതിങ്ങനെ ആഡ് ചെയ്യും. കാരണം ഈ ഭാഗത്ത് എത്തുമ്പോൾ അവൻ്റെ കളറൊന്നും അടിച്ചോ, അവളുടെ ബോഡിക്കൊന്ന് കൊടുത്തോ, അതൊക്കെ ഉള്ളതാണ്. ബട്ട് നൗ അവർ ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ വരും. സോ അതുകൊണ്ട് മാറി. സോ ഹൗ ഡു വി ചേഞ്ച്? വി സ്ക്രിപ്റ്റ് ആർ തിങ്സ് വിതൗട്ട് ദീസ് എലമെൻറ്റ്സ്. അതിനില്ലാണ്ട് ചെയ്താലും ആക്ച്വലി വരും. ചിരി ഫാക്ടർ കുറഞ്ഞാലും കുഴപ്പമില്ല. ദാറ്റ്സ് എ ന്യൂ. ഇതാണ് നമ്മുടെ ന്യൂ. And the coming generation will accept the new one. Yes. So we have to change. നമ്മൾ റവന്യൂ കൂട്ടാൻ വേണ്ടി അലമ്പത്തരം കാണിച്ചെന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡു. ഐ ക്യാൻ, ഫോർ എക്സാമ്പിൾ മീ പേഴ്സണലി ഐ ക്യാൻ ഡു എ ലോട്ട് ഓഫ് തെണ്ടിത്തരം കാണിച്ച് എനിക്ക് വ്യൂസ് കയറ്റാൻ പറ്റും സുഖമായിട്ട്. ബട്ട് ഐ ഡോണ്ട് ചൂസ് ടു ഡു ദാറ്റ് ബിക്കോസ് ദിസ് ഇസ് ഗോണ സ്റ്റേ ആസ് ഫുട് പ്രിൻറ്റ്. എൻ്റെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് ഇസ് ഗോണ ബി ദിസ്. ഒരു 25 years later എനിക്കത് തിരിച്ച് നോക്കുമ്പോൾ എനിക്ക് ആൾക്കാർ പറയണതല്ല, എനിക്ക് എന്നായിട്ട് ഒരു അറപ്പ് തോന്നരുത്. സോ ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫ്യൂച്ചർ. 10 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിത് ആവശ്യമുണ്ടോ? വളരാൻ ഇത് ആവശ്യമുണ്ടോ? ചില ആൾക്കാർ പറഞ്ഞു വളരാൻ ചെയ്തോ, പിന്നെ നമ്മൾ വളർന്ന് കഴിഞ്ഞിട്ടാണ് നമുക്കത്. But you have left this. People are still watching it and it's still there. So how can you that's faking it? That doesn't make sense to me. എനിക്ക് അഹമ്മദിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഷസാമിന്റെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷസാമിന്റെ അതേ, എനിക്ക് വീഡിയോസ് കണ്ടപ്പോഴും ഷസാമിന്റെ അതേ ശബ്ദം പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നമ്മൾ അനിയമ്മ ചേട്ടനാണ്. അവനിവിടെ ഇരിക്കണം എന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ വി കണക്റ്റഡ് ഓൺ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്തതാണ്. പണ്ട് കോവിഡ് ടൈമിൽ വി ഹാഡ് ടെക്സ്റ്റഡ് അന്ന്. പിന്നെ ഈ അടുത്ത് നമ്മൾ വീണ്ടും റീകണക്ട് ചെയ്ത് ഇവിടെ ദുബായ് വന്നപ്പോൾ ഹി മൂവ് ടു ദുബായ് നൗ. സോ വി ആർ നൗ ഇവിടെ തന്നെ ഉണ്ട്. സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ക്രിയേറ്റ് കോണ്ടന്റ് ടുഗദർ. ഓക്കെ. ഈ നമ്മൾ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനെയും കൂടെ പരിഗണിക്കണമല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ആയിരിക്കണം എന്നുള്ളത്. അപ്പം അഹമ്മദിൻ്റെ ഓഡിയൻസിന് ശരിക്കും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏത് തരം ഓഡിയൻസ് ആണ് അഹമ്മദിനുള്ളത്? എനിക്ക് ആക്ച്വലി ഞാൻ സ്റ്റാർട്ടിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തുടക്കം തൊട്ട് സ്റ്റാർട്ടിങ്ങിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന വണ്ടികളുടെ ഒരു ഓട്ടോമോട്ടീവ് പ്ലസ് അറബിക് ലാംഗ്വേജ് പ്ലസ് ഹിന്ദി അങ്ങനത്തെ ഒരു ക്രൗഡായിരുന്നു ഫസ്റ്റ്. അത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ നൈസായിട്ട് ഞാൻ മലയാളത്തിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ നിന്ന് ഫോളോവേഴ്സ് വരാൻ തുടങ്ങിയത്. സോ പിന്നെ ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാമ്പാർ വരുവാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഐ കാൺ പ്ലീസ് എവരിബഡി നൗ. സോ ഇംഗ്ലീഷാണ് മെയിനായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കുക. ബട്ട് കോണ്ടന്റ് വൈസ് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് അങ്ങേറ്റത്ത് ഇൻ്റലക്ച്വാലിറ്റിയും അല്ല, ലൈക്ക് സയൻസും മറ്റു കാര്യങ്ങളും മാത്രമല്ല, പക്ഷേ ഈ തറ ലെവൽ കോമഡിയും അല്ല. അതിനിടയ്ക്കൊരു സംഭവം ഐ ഡു റോസ്റ്റിംഗ്. ബട്ട് ഇറ്റ്സ് ചെറിയ മറ്റേ ക്രിഞ്ച് സീൻസ് ഒക്കെ ഇല്ലേ, ഓവറായിട്ട് ആക്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ഫിസിക്സ് കയറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഇൻഫോർമേറ്റീവ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഫണി. അപ്പോൾ അതിൽ ഷേമിംഗ് ഇല്ല. ഇറ്റ്സ് ആക്ച്വലി ആ സ്ക്രിപ്റ്റ് ഡൺ ആൻഡ് ഐ എം റിവ്യൂയിങ് ദാറ്റ് സീൻ ഓക്കെ ഇൻ ടേംസ് ഓഫ് സയൻസ്. അപ്പോൾ അതിൻ്റെ ഒരു നീഷ. ദാറ്റ്സ് വാട്ട് ഐ മെയിൻലി ഫോക്കസ് ഓൺ ഇഫ് ഐ എം ഡൂയിങ് റോസ്റ്റിംഗ്. ഒരു ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുന്നത് പറയാൻ പറ്റും. നല്ലൊരു വാക്കാട്ടോ കണ്ടുപിടിച്ചത്. നല്ല എൻട്രി, അടിപൊളി. അത് നോക്കിയതാണോ? പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്നെ റോസ്റ്റ് ചെയ്യാണ് വന്നിട്ട്. ഓക്കെ. അയ്യോ, ഞാൻ അടുത്ത ചോദ്യവും പറഞ്ഞു എന്താ ചോദിക്കേണ്ടതെന്നുള്ളത്. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഈ യൂട്യൂബർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഫിഗർ എന്ന് പറയുമ്പോൾ പബ്ലിക് ഫിഗർ എന്ന് പറയട്ടെ, എല്ലാവരും പറയും എന്താ മനോഹരമായ ലൈഫ്, അവന് കാശുണ്ട്, വാഹനമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഫെയിം ഉണ്ട്, എല്ലാം ഉണ്ട്. ആക്ച്വലി വാട്ട്സ് ദ റിയാലിറ്റി ബ്രോ? റിയാലിറ്റി ഭയങ്കര ശോകമാണ്. എല്ലാവരും ഐ മീൻ കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട്. ഫാൻസി ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൽ, ഫോർ എക്സാമ്പിൾ ഷീബയുടെ വാട്ട് യു തിങ്ക് ഇഫ് ഐ ആസ്ക് യു വാട്ട്സ് എ ഫാൻസി ലൈഫ് അക്കോർഡിംഗ് ടു യു? ഫാൻസി ലൈഫ് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ് ഒരു ഫാൻസി ലൈഫ്. യു ഡിഡ്ന്റ് ഈവൻ മെൻഷൻ മണി. നോ, ദാറ്റ്സ് യുവർ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം നമ്മൾ കാണിച്ചില്ലെങ്കിലും പൈസ ഉണ്ട്, വണ്ടിയുണ്ട്, എല്ലാം കാണിച്ചില്ലെങ്കിലും പീപ്പിൾ തിങ്ക് അസ്യൂം ദാറ്റ്
ദിസ് ഗൈസ് റിച്ച്, കുറേ പൈസ ഉണ്ടാവും. പിന്നെ DMസിലേക്ക് വന്ന് കാശ് ചോദിക്കും. അപ്പം ഇൻ കേസ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അപ്പം ഇഫ് ഐ സേ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താടാ നീ ഇങ്ങനെ ഇത്ര ഉണ്ടായിട്ട് ആൾക്കാരൊന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ? അപ്പോൾ നമ്മുടെ അവസ്ഥ, സോ വി ആർ കാൽക്കുലേറ്റിംഗ്, നമ്മളെ വി ആർ എക്സ്പാറ്റ്സ്, വി ആർ ലിവിങ് ഹിയർ. നമുക്ക് എക്സ്പെൻസ് കുറേ ഉണ്ട്, യു നോ ഇറ്റ്, ഫ്രം ബിസിനസ് ടു റെന്റ് ടു ഓൺടർപ്രണർഷിപ്പ്, എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾക്കിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് വെച്ചേക്ക് ഈ പൈസ ഇതിന്, ആ പൈസ അതിന്, ഇത് സേവിങ്സ്, അത് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ഇതിനൊക്കെ ഇടയിൽ ഐ എം ട്രൈങ് ടു മേക്ക് പീപ്പിൾ ഹാപ്പി. അപ്പോൾ അത് കാണുമ്പോൾ ഇപ്പോൾ ലൈക്ക് ഇതാണ് അവൻ്റെ ലൈഫ്. അത് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ബാക്കി 23 മണിക്കൂർ 45 മിനിറ്റ് എൻ്റെ ലൈഫിൽ ബാക്കിയുണ്ട് ആ ദിവസം. വാട്ട് അബൌട്ട് ദാറ്റ് ടൈം? അതിലെനിക്ക് ജോലി ചെയ്യണം, എനിക്ക് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഫ്രണ്ട്സിനെ കാണണം, സോഷ്യൽ സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട്, പക്ഷേ പുറമേ കാണിക്കാൻ പറ്റില്ല. സം പീപ്പിൾ ആക്ച്വലി റിവീൽ ദെയർ നമ്പേഴ്സ്. അത് അവരുടെ ഓണസ്റ്റി. ദേ ഷോ ഹൗ മച്ച് ദേ മേക്ക് എ മന്ത്, എന്നിട്ട് ദേ ഷോ ഹൗ മച്ച് ദേ സ്പെൻഡ്. യൂട്യൂബിൽ എത്ര കിട്ടി, എനിക്ക് ടിക്ടോക്കിന് എത്ര കിട്ടി. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ഹാവ് എൻ ഐഡിയ ദാറ്റ് യുനോ ഇൻ കേസ് ഫ്രണ്ട്സോ ആവാൻ ചിലപ്പം കോൺവെർസേഷൻ വരുമ്പോഴത്തേക്ക് ഇൻ കേസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഇതേപോലെ ഞാൻ ഇന്ന് കണ്ടല്ലോ നീ 1,40,000 ദിർഹംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരും. സോ ദാറ്റ്സ് നോട്ട് നൈസ് ടു ഷോ അക്കോർഡിംഗ് ടു മീ. പിന്നെ ഫാമിലി, അതും ഒരു രണ്ടാമത്തെ കാര്യമാണ് ഫോർ മീ. ഐ വുഡൻ ഷോ വാട്ട്സ് ഹാപ്പനിങ്, വാട്ട് ഡു വി ഡു, വെർ ഡു വി ലിവ്. ഇതൊക്കെ ഫ്ലെക്സ് ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് നോട്ട് ലൈഫ് സ്റ്റൈൽ ഫ്ലെക്സ് ചെയ്യല്ല. If I'm promoting something, then I'll have to show the part. Allande if I'm showing, another thing is to inspire youngsters. So a lot of high school, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുറേ പിള്ളേർ, they like what I do, thankfully. And I attend their events ഒക്കെ വരുമ്പോഴത്തേക്ക് ആ സ്കൂളിൽ പോകാറുണ്ട്. So they like to see the growth. അപ്പോൾ ഗ്രോത്തിനും നല്ലത് കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ബിഗിനിങ് ലൈക്ക് ഐ ലൈക്ക് ടു പോസ്റ്റ് മൈ 10 വർഷം മുമ്പുള്ള അവസ്ഥ കമ്പയർഡ് ടു നൗ. സോ പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ വി ക്യാൻ ഡു ദിസ് ടു. ആ ഒരു ഇൻസ്പിറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ബട്ട് നോട്ട് ലൈക്ക് ഫ്ലെക്സിങ് ഓൺ യു, ലൈക്ക് കണ്ടാടാ എൻ്റെ എന്നുള്ള അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരരുത്. അവിടെ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ഹൗ യു ഷോ തിങ്സ്. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ഇപ്പോൾ പറഞ്ഞല്ലോ, കമ്മിറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, കുട്ടികൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത്. ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവണം. നമ്മുടെ ഇമേജ്, നമ്മൾ ചെയ്യുന്ന കാര്യം, പറയുന്ന കാര്യം, അങ്ങനെ ശരിക്കും ഒരു 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 പ്രഷറിനുള്ളിൽ ആയിരിക്കണം ഭൂരിഭാഗവും. സോ ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് ശരിക്കും കോൺഷ്യസ് ആവാറുണ്ടോ, അതല്ലെങ്കിൽ ആ ഒരു ക്യാമറ ഓൺ ചെയ്യുമ്പോൾ മാത്രം ഒരു കോൺഷ്യസ്നെസ് ആണോ ഉള്ളത്? ആക്ച്വലി ഇത് നമ്മൾ ഇഫ് വി പ്രാക്ടീസ് ഒരു കാര്യം ലൈക്ക് ഒഫെൻസീവ് ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ വി വിൽ ബി ഓൾവേസ് ലൈക്ക് ദാറ്റ്. അതിന് ക്യാമറ ഓൺ ആക്കിയാലും അത് ഇറങ്ങി വരും. ചില ആൾക്കാരെ വായന സ്ലിപ്പാവും, മറ്റേ സൂഡോ സ്ലിപ്പുണ്ട്, അതിൻ്റെ പേരുണ്ടല്ലോ, Freudian slip. Freudian slip is when your subconscious is telling instead of what you are saying. ചില പൊളിറ്റീഷ്യൻസ് അത് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ സത്യം പുറത്തു വന്നിട്ടുണ്ട് അവർ വായിന്ന്. They hide a lot of things. So when they come on camera, they have to maintain a figure. പക്ഷെ അവർ ക്യാമറ ഓഫ് ആക്കി വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ ആളാണ്. So if you practice in a daily life as a person that you want to be, you wouldn't have to be conscious. തെറിവിളി മാത്രം നമ്മൾ ഫ്രണ്ട്സിനിടയിൽ മാത്രം വരും, അത് മാത്രം ഒന്ന് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി യു ഡോണ്ട് ഹാവ് ടു ബി വറീഡ് അബൌട്ട്. കാരണം അങ്ങനത്തെ ഒരാളല്ല, യു ആർ നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. സോ എനിക്ക് അങ്ങനെ പ്രഷർ ഇല്ല ആക്ച്വലി. ഇന്റർവ്യൂവിൽ പറഞ്ഞ നോട്ട് തിങ്കിങ് അബൌട്ട് യു, ഐ ഡിഡ്ന്റ് ആസ്ക് യു ദ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ അവിടെ വാസ്റ്റ് യു സെൻഡ് മീ ദ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇത് കട്ട് അതെനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് കാൻഡിഡാണ് ഇഷ്ടം. എനിത്തിങ് ഐ ഡു, ഈവൻ ഇഫ് ഐ ഇറ്റ്സ് ലൈക്ക് സംടൈംസ് വീഡിയോസ് ചെയ്യുമ്പോഴും ഐ ഡോണ്ട് സ്ക്രിപ്റ്റ് ഇറ്റ് ഔട്ട്. വീഡിയോസ് ചെയ്യുമ്പോൾ ഇരുന്നിട്ട് അപ്പം തോന്നുന്നത് ഐ ഫീൽ ലൈക്ക് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് റീപ്ലൈ ചെയ്താൽ ഇതാക്കണമെങ്കിൽ ഓക്കെ. അങ്ങനെ നമ്മൾ ഈ മനുഷ്യന്റെ സ്ഥായിഭാവം ദുഃഖമാണെന്ന് പറയാറുണ്ട്. അപ്പം എന്താണ് അല്ലെങ്കിൽ ഫുഡ് ഉറക്കം ഒരാളുടെ സ്ഥായിഭാവം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേ. ഉറക്കം ഭാവമാണല്ലോ, നല്ലൊരു പ്ലെയിൻ, ദാറ്റ് ഇസ് പ്ലെയിൻ, ന്യൂട്രൽ, ഫുൾ ന്യൂട്രൽ ആയിട്ട് ഗിയർ ന്യൂട്രൽ ഇടൂലേ, അതുപോലത്തെ അവസ്ഥ തന്നെ ഉറക്കത്തില്ല. സോ നത്തിങ്, യുവർ സബ് കോൺഷ്യസ് ഇസ് കംപ്ലീറ്റ്ലി വർക്കിംഗ്, മറ്റേത് ഓഫ്. അപ്പം ഓവർമിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ജസ്റ്റ് ലൈക്ക് വി ആർ സ്ലീപ്പിംഗ്, അത് തന്നെയാണ്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഐ എം എക്സൈറ്റഡ്. ഓക്കെ, കാരണം എനിക്ക് എന്താണ് വരാൻ പോകണമെന്ന് അറിയാനും എനിക്കത് ജീവിക്കാനും താല്പര്യമുണ്ട്. ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് ടുമോറോ, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും. സോ ഒരു ഹോപ്പ്, ആ ഒരു ഹോപ്പ്, ഇൻസ്പയർഡ് ഹോപ്പ് ഉണ്ട് എനിക്ക്. അതായിരിക്കും എൻ്റെ. If you ask me right now what I'm feeling, it's about what's going to happen tomorrow. And I'm living in the moment also. But it's also excited and hopeful about tomorrow, positively. Okay. ഈ എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ ഉറക്കമില്ലായ്മ ഉണ്ടോ? ഉറക്കമില്ലായ്മ നല്ലോണമുണ്ട്. അത് ചില സമയത്ത് ഉറങ്ങാൻ പ്ലാൻ ഇട്ടപ്പോഴാണ് ചിന്തകൾ കയറി വരാൻ തലയിൽ. പിന്നെ I have to just sit with them. അപ്പോൾ എന്താ ചെയ്യുക? ഒരു മെഡിറ്റേഷൻ പോലെയത്. Until my body relaxes and says okay, ഉറങ്ങാൻ സമയം ബ്രോ, ലെറ്റ്സ് ഗോ. അപ്പോഴേ ഞാൻ കണ്ണടച്ച് ഇത് ഓഫ് ആവും. പിന്നെ എനിക്ക് സ്പെസിഫിക് ഈ മണിക്കൂർ തൊട്ട് ഈ മണിക്കൂർ ഉറക്കമെന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ഇൻ കേസ് ഡെയിലി പ്ലാൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ റൂയിനാവും. സോ ഐ റാദർ ഹാവ് എനിക്ക് 6 മണിക്കൂർ കിട്ടിയാൽ മതി.
അതിന് എവിടെ നിന്നാണെങ്കിലും ഒരു 6 മണിക്കൂർ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിയാൽ എവിടെ നിന്ന് കിട്ടിയാൽ മതി. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അങ്ങനത്തെ ഒരു സ്ലീപ്പ് സ്കെഡ്യൂളും ചെയ്യാറില്ല. ഈ കോമൻസുകൾ ഉണ്ടാവും, നെഗറ്റീവ് കോമൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, പോസിറ്റീവ് കോമൻസ് ഉണ്ടാവും. എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമൻസിന് അല്ലെങ്കിൽ പോസിറ്റീവ് കമൻസ് ഏത് കമൻസും ആയിക്കോട്ടെ അതിലേക്കൊരു മെൻ്റൽ ഹെൽത്തിന് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്? അതൊരു വലിയൊരു ആക്ച്വലി വെരി ഗുഡ് ഡീപ്പ് ക്വസ്റ്റ്യൻ ആണത്. കാരണം ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റ് അഫക്റ്റഡ്, ഈവൻ സൂയിസൈഡ്സ് ഹാപ്പൻ. ഇത് കാരണം മാത്രം സൈബർ ബുള്ളിങ് ഇസ് എ ബിഗ് ഇഷ്യൂ. എസ്പെഷ്യലി ഐ ഹാവ് നോട്ടിസ്ഡ് Instagram comment section is the most brutal. Because there is I'm surprised about this. കാരണം Instagram has a lot of regulations. നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുന്നു, ആര് സപ്പോർട്ട് ചെയ്യുന്നു, ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതാണ്. കമന്റ് സെക്ഷൻ ഇസ് ലൈക്ക് എന്ത് വേണോ പറഞ്ഞു മക്കളെ, ഒരു കുഴപ്പമില്ല, വീട് പോലെ നമ്മളെ വീട് പോലെ ഇരിക്കണം. ഫ്രം എവറിത്തിങ്, എല്ലാ കമൻസും നമ്മൾ കാണാൻ പറ്റും. സോ അത് ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ട് ദ വേ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഇസ് someone who likes to get a reaction from a person who is on a higher level than them. You will never see someone hating on someone who is below them. It's always someone who is not doing as good as you. Exactly. Yeah, that's true. അപ്പം എനിക്ക് അവരെ പറ്റി ആലോചിക്കുമ്പോൾ I hope they get in a better place. When they do, അവരാലോചിക്കും ലൈക്ക് വൈ വുഡ് ഐ, ആ സമയത്ത് അവരെത്തും, എവിടെയെങ്കിലും എത്തിയാൽ അപ്പം താഴെ കിടക്കുന്ന ആൾക്കാർ വീണ്ടും അവരെ കുത്താൻ നോക്കും. സോ ദേ വിൽ ഫീൽ ലൈക്ക് വൈ ആർ ദേ ഹേറ്റിംഗ് മീ. ഇറ്റ്സ് ദ സെയിം തിങ് ദാറ്റ് യു ഡിഡ്. ഇറ്റ്സ് എ സൈക്കിൾ. സോ എനിക്ക് ഹേറ്റ് കമൻറ്റ്സ് വരുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഓഫ് ദം ദാറ്റ് വേ. അപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ഐം ലൈക്ക് ദേ ആർ നോട്ട് പേയിങ് മൈ ബിൽസ്, ദേ ആർ നോട്ട് ലുക്കിംഗ് ഔട്ട് ഓഫ് മൈ ഫാമിലി. എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ചു തരില്ല അവർ. അപ്പോൾ വൈ ഷുഡ് ഐ കെയർ? ഒരു ചായ വാങ്ങിച്ചു തരും ഇല്ല. അപ്പോൾ അവർക്ക് ഒരു ചിലവില്ല എൻ്റെ മേളിൽ. ആകെ എൻ്റെ കോണ്ടന്റ് ഫ്രീ ആണ്. സബ്സ്ക്രൈബർ ആണെങ്കിൽ പെയ്ഡ് ആണെങ്കിൽ ഓക്കെ, ഐ എം റെസ്പോൺസിബിൾ, ഓക്കെ ഐ എം ടേക്കിംഗ് യുവർ മണി, ഐ ഹാവ് ടു പ്ലീസ് യു. ഇല്ലാണ്ട് റോഡിൽ പോകുന്ന ആൾക്കാരെ എല്ലാവരും പ്ലീസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ക്രൗഡ് ഔട്ട് സൈഡ്. Can you please everyone in the crowd? No, you cannot. So there is no point in pressuring yourself. Ayyo, user 17545 അയാൾക്ക് എൻ്റെ കമൻറ്റിന് ഇഷ്ടപ്പെട്ടില്ല, എനിക്കിത് മാറ്റണം, ഇന്നോട്ട് ഞാൻ മാറ്റാൻ പോയാണ്. അയാളുടെ മുഖം പോലും ഇല്ല പ്രൊഫൈലിൽ. ഇറ്റ്സ് എ പ്രൊഫൈൽ, അനോണിമസ് പ്രൊഫൈലാണ്. അങ്ങനത്തെ ഒരാളുടെ കമൻറ്റ് നമ്മൾ വിഷമിച്ച് കഴിഞ്ഞാൽ ഡസൻറ്റ് മാറ്റർ. ഫ്രണ്ട്സ് ആണെങ്കിൽ ദാറ്റ്സ് അനദർ സീൻ, ബിക്കോസ് യു നോ ദം പേഴ്സണലി. വൈ ഡിഡ് യു നോട്ട് ലൈക്ക് ഇറ്റ്? അപ്പം യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ, ഫ്രണ്ടാണ്. ബട്ട് anonymous people, strangers, doesn't matter what they say. അത് പോസിറ്റീവ് ആണെങ്കിൽ താങ്ക് യു, നെഗറ്റീവ് ആണെങ്കിൽ ക്രിറ്റിസിസം ആണെങ്കിൽ നൈസ്, തെറിയും പിന്നെ ഹേറ്റും ആണെങ്കിൽ യു നോ ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാവും ഒരാളുടെ. യു നോ എക്സാക്ട്ലി വാട്ട് ദിയർ ഇന്റൻഷൻ ഇസ്. നിന്നെ നന്നാക്കാനാണോ അതോ നിന്നെ താഴ്ത്താനാണോ അവരുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, അവിടെ നോക്കാൻ നിൽക്കരുത്. അതെ, അഹമ്മദ് പറഞ്ഞ മാതിരി നമ്മളുടെ ബില്ലടയ്ക്കാത്ത, നമുക്ക് ചിലവിന് തരാത്ത, ആക്ച്വലി ഇവർക്കാണ് കംപ്ലീറ്റ് അധികാരം. ദേ ആർ ദ സുപ്രീം ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ പറയാനുള്ള റൈറ്റ്സ്. പക്ഷെ അത് എനിക്കൊന്നു ഈ സൈബർ ബുള്ളിങ് നമ്മൾ സ്ഥിരം കാണുകയാണ്. നമ്മളിപ്പം ഏതൊരു കോണ്ടന്റ് ക്രിയേറ്റർ വന്നാലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ വന്നാലോ നമ്മൾ ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യം ചോദിക്കേണ്ട, അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യമായിട്ട് മാറി. കാരണം എല്ലാവരും ഡേ ടു ഡേ അവരുടെ ഡെയിലി ലൈഫിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി പറയുന്നതിന് ഒരു നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ പോസിറ്റീവ് കമൻസും തരും, ഇല്ല എന്നല്ല. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ നമ്മൾ പറയാറുണ്ട്, ഈ യൂത്ത്, ഇപ്പോഴത്തെ യുവതലമുറ, പ്രത്യേകിച്ച് മലയാളി, ഇപ്പം അഹമ്മദ് ആണെങ്കിലും ഒരു യൂത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. ഒരുപാട് കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇപ്പം സ്ത്രീകൾക്ക് കുറിച്ച് അവരുടെ ഒരു ധാരണ, അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം തന്നെ അതേ തോതിൽ ഇതൊന്നും ഇപ്പോഴും വെളിച്ചം വീശാത്ത ഒരു സെക്ഷനും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പം ഈ യുവതലമുറയിലെ യുവാക്കളുടെ ഒരു മാറ്റത്തെ നോക്കിക്കാണുന്നത്? കാരണം നിങ്ങൾ അത്ര അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾ ഡെയിലി എല്ലാ ഇൻസിഡൻറ്റും നിങ്ങളുടെ കണ്ണിൽ കൂടി കയറി പോകുന്നതാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് എൻ്റെ ഐഡിയ ഇസ് നോട്ട് ടു ഫോഴ്സ് സമ്മൺ ടു ഡു എനിത്തിങ്. ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യരുത്. സോ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രഷർ ഫീൽ ചെയ്യും. സോ ദേ മൈറ്റ് നോട്ട് എക്സാക്ട്ലി ഗെറ്റ് യുവർ ഐഡിയ. ഫോർ എക്സാമ്പിൾ വിമൻ എംപവർമെൻറ്റ്, അത് നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ലുക്ക് ലൈക്ക് വി ആർ ലൈക്ക് അറ്റാക്കിംഗ് ദം, ബട്ട് അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഗിവിംഗ് ദം എക്സാമ്പിൾസ് ഓഫ് ലൈഫ്. ഫോർ മീ ഇറ്റ്സ് അബൌട്ട് ഗിവിംഗ് ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എവറിബഡി, ഈക്വൽ റൈറ്റ്സ് ടു എവറി ഹ്യൂമൻ ബീങ്. അപ്പോൾ അത് നമ്മൾ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ, റിലേറ്റബിൾ ടു ദം. അപ്പോൾ നമ്മളൊരു 45-year-old ആളുടെ അടുത്ത് ദേ ലിവ്ഡ് 45 years, അവരുടെ അടുത്ത് പറഞ്ഞ രീതി ഹാസ് ടു ബി എക്സാമ്പിൾ ഫ്രം ദെയർ ലൈഫ് and relate them with their situations, our family, our members. Give them example of how, for example, someone in your family saved your life, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവിച്ചുകൊണ്ടായിച്ചാൽ we can connect with them on that topic. If it's a young person,
they have not experienced a lot of life yet. So we have to, our mind fresh ആണ്. So I have to give them fresh ideas like these. കാരണം I don't want them to be the ones who are commenting the hate. കാരണം they would be the potential hate comments. കാരണം കമൻസ് ചെയ്യണ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ വല്ലപ്പോഴും എടുക്കാറുണ്ട്. some are like 16-year-old kids, 15-year-old kids. അവരുടെ പ്രൊഫൈൽ എഴുതിയിട്ടുണ്ടോ ഏജും ഇതൊക്കെ. So how does a 15-year-old kid hate on someone this much? എവിടുന്നാ ഹേറ്റ് വന്നത്? They should be internalized, അല്ലെങ്കിൽ there should be a environment they are living in. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം അവരെ പുറത്തേക്ക് എടുക്കേണ്ടി വരും ടു ടീച്ച് ദം വി ആർ ചേഞ്ചിങ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂസ്ലെസ് ആവും. ബിക്കോസ് ഇഫ് യു ആർ ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ഈക്വൽ റൈറ്റ്സ് ഫോർ 15 years now, ഇപ്പോഴും ദർ ആർ ന്യൂ കിഡ്സ് ബീങ് ബോൺ, ദർ ഓൾസോ ബീങ് മോൾഡഡ് ഇൻ ടു ഓൾഡ് ചിന്താഗതി. അപ്പോൾ അതിൽ നിന്ന് പുറത്തെടുക്കാൻ ജനറേഷൻസ് നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരും. സോ ഇൻസ്റ്റെഡ് like inspire them and tell them these things in a way they understand. It's always the audience, it's always the person's level. ഇപ്പോൾ നിങ്ങളുടെ ലെവൽ ആയിരിക്കില്ല എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. That's what I said in school also. പഠിപ്പിക്കുമ്പോൾ make sure that the kids are on the same level. കാരണം നമ്മൾ we expect them to understand everything. Chemistry എന്നൊക്കെ പറഞ്ഞപ്പോൾ like I hated it. Because they used to be like, imagine that an atom just goes away and you have a jump from electrons. I'm like, bro. How can we imagine? എൻ്റെ മനസ്സ് പോലെയല്ല മറ്റേ കുട്ടിയുടെ മനസ്സ്. സോ ദാറ്റ് ആ ഒരാൾ 95 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ദ റീസൺ വൈ I scored 50 is because എനിക്ക് ഇമാജിനേഷൻ കിട്ടുന്നില്ല. സോ എല്ലാവർക്കും മനസ്സിലായ രീതിയിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് വൈ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഡീൽ ചെയ്യണത് ആ ടാർഗറ്റ് ഓഡിയൻസ് അവരെ രീതിയിൽ നമ്മൾ ചെയ്യണം. എന്നാലേ അവർക്ക് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ലൈക്ക് ഇത് മറ്റേ ടിപ്പിക്കൽ മറ്റേ നമ്മുടെ ഫെമിനിസ്റ്റ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് they'll put that word and they'll like cancel it. കാരണം they'll like, okay, that's typical stuff I've heard. But we have to be creative in this. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലോട്ട് എത്തില്ല ഒരാളുടെ ഈ ഒരു പുതിയ ചിന്ത. അതിന് പഴയ ആളായിക്കോട്ടെ, what if they're 75 years old, we're telling them, or 80 years old, we're trying to tell them something new. Very hard to change their mindset. But if you tell them in their way, I've tried that. It somehow works somewhere. നമ്മൾ വളരെ കോമൺ ആണ് പറയണത്, പ്രായ ആളല്ലേ ഇതിന് ചിന്ത മാറ്റാൻ പറ്റൂല. ഇറ്റ്സ് നോ, മൈൻഡ് ഇസ് ഓൾവേസ് ഫ്ലെക്സിബിൾ നോ മാറ്റർ ഹൗ ഓൾഡ് യു ആർ. നമുക്ക് ഏത് ഏജിലും നമ്മൾക്ക് മാറ്റാൻ പറ്റും. That's why നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്ന എന്തിനുണ്ടാ, ടു ക്വസ്റ്റ്യൻ ആൻഡ് ടു ബി ലോജിക്കൽ, ടു റീസൺ എവറിത്തിങ്. സോ അത് നമുക്ക് ഉള്ള സ്ഥിതിക്ക് നോ മാറ്റർ ഹൗ ഓൾഡ് യു ആർ, വി ക്യാൻ ട്രൈ as long as you're alive and listening and you're mentally able to understand things. നമുക്ക് പറയാം ഈ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത്. അഹമ്മദ് ഇപ്പോൾ ഒരു മലയാളി ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പം ചിലപ്പം അഹമ്മദിനെ റേസ് ചെയ്ത രീതിയിലായിരിക്കില്ല അഹമ്മദ് നാളെ അഹമ്മദിൻ്റെ കുട്ടിയെ റേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം എങ്ങനെയായിരുന്നു അഹമ്മദിൻ്റെ ഒരു ചൈൽഡ്ഹുഡ്, എങ്ങനെയാണ്, എന്താണ് അന്ന് പഠിച്ച കാര്യങ്ങൾ ഇപ്പം അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? Telling them what to do. Okay. You can teach your kids about how the world works. Taxes, you can tell them how buildings are made. വണ്ടി എങ്ങനെ ഉണ്ടാവുന്നു, എഞ്ചിനീയറിംഗ്. You can tell them these things like, this is how the world is functioning. നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയായി, ഇതൊക്കെ ഓക്കെ. എന്ത് കരിയർ ചൂസ് ചെയ്യണം, നാട്ടുകാരെ കാണിക്കാനായിട്ട് നീ ഇതാവണം, എനിക്ക് പറ്റാത്ത ഒരു സ്വപ്നം അത് നീ ഫുൾഫിൽ ചെയ്യണം എനിക്ക് വേണ്ടി. You could do that. Give them an option. For example, if I have a son or a daughter, I can tell them, എനിക്കിങ്ങനെ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നീ ഇങ്ങനെ നീ ഈ ഫീൽഡിൽ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഐ വിൽ നെവർ ടെൽ യു ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ബി ആൻ ആക്ടർ, ഗോ ഡു ഇറ്റ്. ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് ഇഫ് യു വാണ്ട് ലൈക്ക് യുനോ എൻ്റെ കൂടെ എൻ്റെ ഫീൽഡിലോട്ട് വന്നാൽ അത് താല്പര്യം, ഇഫ് യു ലൈക്ക് ഇറ്റ് യു ക്യാൻ ജോയിൻ. സോ യു ക്യാൻ ഗിവ് ദ കിഡ് ദാറ്റ് ഫ്രീഡം. അപ്പോൾ അവർ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് പാരൻറ്റ് കിഡ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ലൈക്ക് ദേ ഡിസ്കണക്ട് കംപ്ലീറ്റ്ലി. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ വിളി പോലും ഉണ്ടാവില്ല. വൈ ഡു യു തിങ്ക് that dysfunction happens? Because you are forcing them to be someone you wanted to be, അല്ലെങ്കിൽ you're forcing them someone to be that's in your head, not their passion. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലല്ലായിരിക്കും നമ്മൾ പുഷ് ചെയ്യുക. എത്ര പാരൻസ് 12th കഴിഞ്ഞിട്ട് പിള്ളേരെ നിർബന്ധിച്ച് സീറ്റ് എടുപ്പിച്ചിട്ട് എൻട്രൻസ് എക്സാമിനും കൊണ്ട് കോച്ച് ചെയ്തിട്ട് നിർബന്ധിച്ച് പുഷ് ചെയ്യുക. അവർ പഠിച്ചിറങ്ങി ജോലി ചെയ്യണമെന്ന് ദേ ഹേറ്റ് ഇറ്റ്. കാരണം അവർക്ക് എനിക്കല്ല, ഇതല്ലായിരുന്നു എനിക്ക് ചെയ്യേണ്ടത്. പിന്നെ അവർ ജോലി രാജിവെച്ച് പിന്നെ അവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. കാരണം അവർ പാഷനോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് they'll be broke. പിന്നെ they have to leave their house, അവിടെ പോകണം ഇവിടെ പോകണം. What if they had done that earlier? സ്കൂൾ കഴിഞ്ഞ ഉടനെ പാഷനിലോട്ട് കയറി, പാഷനായിട്ട് they took the choice. അപ്പോൾ അവർ ഇൻ കേസ് ഈവൻ ഇഫ് they fail in that for a moment, they'll be like, ഇത് ഞാൻ ചൂസ് ചെയ്ത സംഭവമാണ്, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, ഐ ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. അല്ലാണ്ട് പാരൻസിനെ നമ്മൾ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് വി വോണ്ട് എക്സൽ ഇൻ ദാറ്റ് ഫീൽഡ്. വി മൈറ്റ് മേക്ക് സം മണി, യു മൈറ്റ് ബി ഇൻ എ ഗുഡ് പൊസിഷൻ ആൻഡ് ഓൾ, ബട്ട് ഇന്റേർണലി ആർ യു ഹാപ്പി?
10-20 വർഷം ചില ആൾക്കാർ സ്പെൻഡ് ചെയ്യും പഠിത്തവും കരിയറും കൂടെ ചേർത്തിട്ട്. അത് കഴിയുമ്പോൾ ആസ്ക് യുവർ സെൽഫ് ലൈക്ക് ഇസ് ദിസ് വാട്ട് യു വാണ്ട് ടു ഡു. കുറേ ആൾക്കാർ ഇഫ് യു ആസ്ക് ദം ലൈക്ക് ഇന്റേണലി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പുറത്ത് വരും, ഇതല്ലായിരുന്നു ഐ വാണ്ട് ടു ബി എ പെയിന്റർ, ഐ വാണ്ട് ടു ബി ഷെഫ്, ഐ ഡോണ്ട് നോ വാട്ട് എവർ, ഒരുപാട് സ്റ്റോറീസ്, ട്രാവലർ, ഐ ക്യാൻ മേക്ക് മണി ഫ്രം ട്രാവലിംഗ് നൗ. എല്ലാം ഓപ്പൺ ആണ് ഇപ്പോൾ. ഐ നോ വെയർ ദ പാരൻസ് കം ഫ്രം, പേടി, എസ്പെഷ്യലി എക്സ്പാറ്റ്സ്. ഐ ടോൾഡ് യു ബിൽസിൻ്റെ കാര്യം. സോ ദേ ആർ ഓൾവേസ് വറീഡ് അബൌട്ട് മണി. നമുക്ക് ഇനിഫ് ഉണ്ടാവോ കയ്യിൽ, നാളെ നമ്മൾ വഴിതാരമാവോ. ദാറ്റ്സ് വൈ ദേ ആർ ലൈക്ക് ജോലി എന്തായാലും വേണം. ആ ഫ്രീഡം ഓക്കെ ആണ്, പക്ഷേ വി ഹാവ് ടു തിങ്ക് അബൌട്ട് സേവിങ്. സോ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടും അവിടെ. സബ് കോൺഷ്യസ്ലി വി ആർ ടീച്ചിങ് അവർ കിഡ്സ് പൈസ അല്ലെങ്കിൽ വി ആർ ഡൺ. പാഷൻ വെച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, വിച്ച് ഇസ് ഇല്ലോജിക്കൽ. കാരണം മെനി പീപ്പിൾ ഹാവ് ഡൺ എ ലോട്ട്. എക്സാമ്പിൾസ് നോക്കിക്കോ. ഐ മീൻ യു സി എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ക്യൂബിക്കലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡെയിലി ബാഡ്ജ് ഇട്ടിട്ട് പോയി പണി എടുക്കുന്നത്. ആർ ദേ ഓൾ എൻജോയിങ് ഇറ്റ്? Maybe 10% do. Don't blame them. And 90% they want to escape that whole cubicle to do what they're passionate about. Maybe they'll excel in that field. Maybe they won't. But life is about trying things out, right? Experiencing it. Yeah. അപ്പം അഹമ്മദിനോട് തന്നെ കള്ളം പറയാറുണ്ടോ ഇപ്പോൾ? ഇല്ല. That's what I said. ഒരു സമയം വരെ I was thinking like, okay, my parents got married at this time and cousins അവരെല്ലാവരും കെട്ടിപ്പോയി, കുട്ടികളൊക്കെ ആയി. അപ്പോൾ I was like, okay, ഇതാണ് അവരുടെ ലൈഫിൻ്റെ രീതി. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അതാണ് എൻ്റെ ചോദ്യം. എവ്രി വൺ ഷുഡ് ഹാവ് ദാറ്റ് ഇൻ ദിയർ ലൈഫ്. വെൻ ഐ സോ ലാപത്ത ലേഡീസ് ദ മൂവി, സച്ച് എ ഗുഡ് മൂവി. ലോ ബഡ്ജറ്റ് ആണ്, പക്ഷേ വാട്ട് എ ബ്യൂട്ടിഫുൾ മെസ്സേജ്. ഷീ വാണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഡു സംതിങ്. ആരോഗ്യം എനിക്ക് ഗൂസ്ബംസ് വരും. കാരണം ദ ഹോൾ ഐഡിയ അബൌട്ട് ഹാവിങ് ഫ്രീഡം ടു ചൂസ് വാട്ട് യു കുഡ് നോട്ട്. അപ്പം ദേ ആർ ഷോയിങ് ദാറ്റ് സ്മോൾ ഏരിയ വേർ പീപ്പിൾ ഡോണ്ട് ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പോഷർ. അപ്പോൾ അങ്ങനത്തെ ആ സ്ഥലത്തുനിന്ന് പീപ്പിൾ വാച്ച് ഇറ്റ്. ദർ ലൈക്ക് നമുക്കും പറ്റും. ലാസ്റ്റ് ടൈം ഐ ആസ്ക്ഡ് മണി ഫ്രം മൈ ഹോം ഫോർ മൈ എക്സ്പെൻസസ് when I was 13 years old. അത് കഴിഞ്ഞിട്ട് ഐ നെവർ ആസ്ക്ഡ് മണി. കിട്ടുന്ന പോക്കറ്റ് മണി ആയാലും ഫുഡിനായാലും അത് കളക്ട് ചെയ്തിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ദെൻ അറ്റ് 18 I started working part time. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തിനുണ്ടോ? ബിക്കോസ് ഐ വാണ്ടഡ് എ ലൈഫ് ഔട്ട്സൈഡ് ദാറ്റ് ബോക്സ്. അല്ലെങ്കിൽ വിൽ ഓൾവേസ് തിങ്ക് ദാറ്റ് അവൻ പ്രിവിലേജ്ഡ് ആണ്, ഹി ഈസ് സേയിങ് വാട്ട് എവർ ഹി വാണ്ട്സ്. ബട്ട് അറ്റ്ലീസ്റ്റ് make an effort to fight the system or fight that box you're living in. ആ walls ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ we'll see light. That's what she did in the movie. Lapata ladies. What did she do at the end? She broke the system and she made the policeman support her in the end. അല്ലെങ്കിൽ she would have gone with that toxic guy and would have lived with him. അവൻ്റെ കുട്ടികളെയും പ്രസവിച്ച് she'll finish her life there, which is typically a normal life. That is the regular ഡീസെന്റ് ലൈഫ് ദാറ്റ് പീപ്പിൾ എക്സ്പെക്ട്. അത് മാത്രമല്ല, അതിൽ ഓരോ ഡയലോഗ്സിലും കൃത്യമായ നമ്മളുടെ നിലവിലെ സാഹചര്യം പറയുന്നുണ്ട്. വെയിലിട്ടപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് നിന്റെ ഭർത്താവ് നിനക്ക് മാറിപ്പോയി എന്ന് ചോദിക്കും പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ കാല് മാത്രമേ കണ്ടുള്ളൂ എന്നുള്ളത്. അതിലും വലിയ ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലെ സ്ഥിതിയോ പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്ക്രിപ്റ്റിന് കഴിയുമെന്ന് തോന്നുന്നില്ല. They don't even know each other. മുഖം പോലും അറിയില്ല. At least fight for it. Like say to yourself, let me try. എനിക്കൊന്ന് ട്രൈ ചെയ്യാം. കാരണം ട്രൈ ചെയ്തില്ല എന്ന് പറഞ്ഞ റിഗ്രറ്റ് ഇസ് ബിഗ്. That's very bad. And it feels so, I mean, ട്രൈ ചെയ്തില്ലല്ലോ. I had the time. I didn't do anything about it. And it's still inside me. Yeah. If you don't fight for what you want, then you don't cry for what you lose. എന്തോ ഇതൊക്കെ എഴുതി വെക്കണ്ടേ, ഇതൊക്കെ ഒരു ബുക്കൊക്കെ എഴുതാനുള്ളത്. വെരി നൈസ്. That makes sense. Yes. That's my WhatsApp status. Keep it. നമ്മളെല്ലാവരും സ്റ്റാറ്റസ് കുറച്ച് എൻ്റെ ഉറുദുവില്ല. I put that in my first cheating സിറ്റുവേഷനിൽ വീണപ്പോഴാണ് ഞാൻ അത് ഇട്ടത്. ആണല്ലേ? Okay. What's the definition of cheating? Cheating is breaking the loyalty bond that you had with someone. Like going beyond that bond to enjoy something else outside. Okay. Without your partner knowing. Without even having that guilt feeling inside you, like, okay, what if he or she gets to know that I did something like this? അത് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിലും എനിത്തിങ് എൽസ്, ഫ്രണ്ട്ഷിപ്പിലും ചീറ്റ് ചെയ്യാലോ. We can break our trust. Honest trust break ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരെ താഴ്ത്തിയിട്ട് മേളിൽ കയറാനുള്ള ചാൻസും, ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്ലൈംബിംഗ് ദ ലാഡർ. അറ്റ് വർക്ക് യു ക്യാൻ ചീറ്റ്, എനിവർ യു ക്യാൻ ചീറ്റ്, ബട്ട് യു ഹാവ് ടു ഓൾവേസ് തിങ്ക് അബൌട്ട് ദ അതർ പേഴ്സൺസ് മെന്റൽ ഹെൽത്ത്. കാരണം നമ്മൾ ചീറ്റ് ചെയ്തു, ആൻഡ് ദെൻ വാട്ട്? ഐ ഹാഡ് മൈ ഫൺ, ഐ വെന്റ് ആൻഡ് ഡിഡ് ദിസ്, ഐ ഹാഡ് ഫൺ, ആൻഡ് ദെൻ ഐ കെയിം ബാക്ക് ഹോം ദ നെക്സ്റ്റ് ഡേ, ആൻഡ് ഐ എം തിങ്കിങ് ഐ ടോൾഡ് ഷീ ഗോട്ട് ടു നോ, ലൈക്ക് എൻ്റെ പാർട്ണർ ആണെങ്കിൽ ഷീ ഗോട്ട് ടു നോ അബൌട്ട് ദാറ്റ്. നൗ ഷീ വിൽ ഓൾവേസ് ബി ഡൗട്ട്ഫുൾ. I created the trust issues in her mind. Okay. Now will she ever be able to trust someone else? No. That's cheating. Cheating is basically creating a pattern for them.
ഓക്കെ. നമ്മൾ ഒരാളുടെ ലൈഫിൽ നമുക്ക് ചെയ്ത കാര്യം ചിലപ്പോൾ 1 hour or 2 hours ഫണ്ണായിരിക്കും, ബട്ട് നമ്മൾ കോസ് ചെയ്തത് ലൈഫ് ടൈം ഇഷ്യൂ ആണ്, ലൈഫ് ടൈം ട്രോമയാണ്. ദാറ്റ് ഇസ് ചീറ്റിംഗ്. That was the time when I put that line. Okay. वफा पर कायम है हम, लेकिन प्यार करना छोड़ दिया. അതാണ് എൻ്റെ. Great. Yeah. Right? I know that how you become a content creator. Correct. Life Experience. life hit me and beat me up. Yeah. Okay. So what's the definition of love? Thinking about what they would like and doing things that would make them laugh and smile. Okay. So the happiness that you, obviously there is no, I don't think there is a selfless deed in this world. Everything there is a uddesham. I want to buy a gift for someone. It's a nice thought. I don't want anything in return except for her happiness. Like എൻ്റെ partner ആണെങ്കിൽ I would want the happiness and should be something that's very special. ഫാൻസി അല്ല, ചെറിയൊരു കോൺവെർസേഷൻ എവിടെയോ വന്നൊരു വാക്ക് എനിക്കൊരു സംഭവം ഇഷ്ടമാണെന്ന് പണ്ട് എവിടെയോ പറഞ്ഞത് അത് ആലോചിച്ച് വെച്ച് അതിനെ യൂസ് ചെയ്ത് അതൊന്ന് ഗിഫ്റ്റ് ചെയ്ത് ആ ഹാപ്പിനെസ് കിട്ടൂലേ. ഐ തിങ്ക് ദാറ്റ് ഇസ് ലവ്. സീയിങ് സംവൺ യു ലവ്, be happy and smile and forget about their problems and live in the moment and be together. I think that is love. Okay. അതിനേക്കാളും വലിയൊരു എക്സ്പ്രഷൻ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ്. എത്ര പൈസ ഇറക്കി വാങ്ങിച്ചാലും വലിയ സംഭവം ചെയ്താലും I don't think there is another, according to me, this is the best way of expressing love. That's what I feel. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ്, ലവ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന റെഡ് ഫ്ലാഗ്സ്, ഗ്രീൻ ഫ്ലാഗ്സ്, അങ്ങനെ കുറേ ഉണ്ട്. സോ എന്താണ് അഹമ്മദിന് തോന്നുന്ന റെഡ് ഫ്ലാഗ്സ് എന്താണ് റിലേഷൻഷിപ്പിൽ? Manipulation. മാനിപ്പുലേഷൻ റീഡ് ചെയ്യാൻ പണിയാണ്, പാടാണ്. Yeah. See, someone could be manipulating you, but you don't know because you're blinded by the love. അപ്പോൾ ആ ഒരു പേഴ്സൺ maybe they are like very skillful in that. Okay. They could make you feel like they are in love with you, but at the same time they're controlling your life. Yes. That is a big red flag for me. Yes. And emotional games, mind games, emotional games are tiring. It's very draining, and it damages your life, damages your health, damages your career. Because everything is affected by person. Yes. Because you are submitting your love and energy to this person. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, our life is affected by it. So you have to read these in the beginning stages itself. It's not easy. Not at all easy. Some people take years to understand that, okay, I was with a narcissist. I was with a toxic person, but it took time. Yes. But keep an eye open, which is also a trust issue, but you can't help it. Yes. Human beings can turn out to be anything. Yeah. That's the reason why I'm staying away from this for a while now. So healing process. Yeah, it takes time. It takes time. And you have to understand that you are also, like someone said that they love me. Yes. And if I go and say yes to them and I'm in a relationship with them, Yes. I'm also responsible for their mental health. Let's say that they are very good for me. They are a green flag. They are a green forest. Not green flag, green forest. Yeah, അതായിക്കോട്ടെ. But if I'm not ready, if I'm not mentally ready to like accept their love and then accept them as my partner fully, half ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് it might damage them forever. So I'm worried about that too. അപ്പോൾ എല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ I'm like, okay, this is not the time. Focus on the things that you are working on right now. If it comes your way, then you go. അല്ലെങ്കിൽ you don't push yourself into it. ഓക്കെ. അഹമ്മദ് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം കൺട്രോളിങ് ഈസ് നോട്ട് ലവ്. ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കില്ല നമുക്ക്, പിന്നെ ഒരു ഫ്രീഡം ഇല്ല, നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് തോട്ട് ഇല്ല, ഒരു ഇല്ല. പക്ഷേ ഡെഫിനറ്റ്ലി കൺട്രോളിങ് ഈസ് നോട്ട് ലവ്. ഐ അഗ്രി. ഇറ്റ്സ് നോട്ട് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ യെസ്, മറ്റേ ഇതില്ലേ കലിപ്പൻ കാന്താരി. It might look like, അയ്യോ പൊന്നു ഞാൻ പറയണത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതെ അതെ. See, protection is good. Yes. We protect each other physically and mentally. Yes. But when it comes to a point where you're not allowed to do something that is a normal basic thing, that's where you have to question it. Yes. ഇത് പ്രൊട്ടക്ഷൻ ആണോ, അതോ ഇത് സ്നേഹമാണോ, അതോ ഇത് കൺട്രോൾ ആണോ? അതെ. കാരണം ഇൻസെക്യൂർ ആൾക്കാർക്ക് കുറച്ച് they might look tough and things outside, but internally they are like very insecure that ഇവരുടെ കയ്യിൽ നിന്ന് പോവോ, ആ ഒരു പേടിയാണ്. പക്ഷെ അതൊന്ന് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can actually come to terms. If it doesn't come to terms, yes, please, I see a lot of couples just stick like പിടിച്ചു നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, but those hands are rotting. Yes. അവരുടെ കൈ ഇങ്ങനെ റോട്ട് ചെയ്ത് വയ്ക്കും, പക്ഷെ അവർക്ക് വിടാൻ പറ്റണില്ല. because they are mentally they are stuck together. Yes. ചിലപ്പോൾ one person is controlling the other person. They cannot leave. The villain is emotional dependence. Correct. Emotional dependence is the worst thing. കാരണം you are losing so much time in your life. Yes. എനിക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ I put in my mind 65 years. Yeah. 65 വർഷമാണ് ലൈഫ്. ദാറ്റ്സ് മൈ ലൈഫ് എക്സ്പെക്ടൻസി. എനിക്ക് അത്ര ജീവിച്ച അവനേക്ക് 65 വർഷത്തിൽ 10-20 വർഷം കളയാൻ, ലൈക്ക് a long toxic marriage, you're losing a decade. ആ ഡെക്കേഡ് വെച്ചിട്ട് you can
think about things you could be happy with. You could smile every day instead of sitting and crying and thinking and overthinking and being anxious. How much would you? I would trade everything else to have a peaceful life, to be a life where I take my decisions. ഇതുപോലത്തെ ആൾക്കാർ you have to think a life. You have to imagine, visualize yourself in a life that you are deciding what you do. Partner is there with you Yeah. to do a journey together. That's how partnership is. Control is not the way it should be. Yes. അല്ലെങ്കിൽ നേരത്തെ പറയേണ്ടത് ഇതൊക്കെ why are you getting married and committing to each other when you don't know each other? Understand what you are. What does she want? What do you want? നിന്റെ ലൈഫ് എങ്ങനെയാണ്, അവളുടെ ലൈഫ് എങ്ങനെയാണ്, ലൈക്ക് സേ അതിൽ ആ രണ്ട് ലൈഫ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ക്യാൻ യു സീ എ പാത്ത് ടുഗെദർ? ക്യാൻ യു സീ ലൈക്ക് യു ബോത്ത് വർക്കിംഗ് ഇറ്റ് ഔട്ട് ടുഗെദർ? ഇഫ് യു ഡോണ്ട് സീ ദാറ്റ്, വൈ ഡു യു സേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം? ശരി, ഈ ട്രൈങ് എന്ന് പറയുന്ന വർഷങ്ങളാണ് യു ഗെറ്റ് ഇമോഷണൽ ഡിപ്പെൻഡൻസ്. അവിടെയാണ് കയ്യിൽ നിന്ന് പോണത്, അവിടെ ലോക്കായി പോകും. സോ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സൗഹൃദമാണെങ്കിൽ ബിൽഡ് ചെയ്യുന്നതും അതിനെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് പ്രായം അനുസരിച്ച് മാറും. ഓണസ്റ്റ്ലി സ്കൂളിലായിരുന്നപ്പം ഐ തിങ്ക് ഫ്രണ്ട് ആവണത് ഇഫ് യു ഹാവ് ഷെയർഡ് ഇൻട്രസ്റ്റ്. ഫുട്ബോൾ ഇഷ്ടമാണ്, കളിക്കാൻ പോയാലോ സെറ്റ്. ഗെയിമിംഗ് ഇഷ്ടമാണ്, കളിക്കാൻ പോയാലോ സെറ്റ്. ഒരു യു ലൈക്ക് ഫുഡ്, ദിസ് ഫുഡ് കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ കണക്ഷൻ വരുന്നതാണ് ചെറുപ്പത്തിലെ ഫ്രണ്ട്സ്. ദാറ്റ് വാട്ട് ഐ ഫീൽ. ലേറ്റർ ഓൺ യു ഫീൽ ലൈക്ക് എൻ്റെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്ന ആളാണോ, അത് എൻ്റെ പ്രിൻസിപ്പൾസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരാളാണോ, അങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണേ പുതിയതായിട്ട്. ക്യാൻ ഐ വൈബ് വിത്ത് ദ പേഴ്സൺ? എൻ്റെ വൈബിലോട്ട് മാച്ച് ആവുന്നുണ്ടോ? ആർ വി കോൺട്രഡിക്ഷൻ ഉണ്ടാവും ഐഡിയാസിൽ, ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ് എനർജി വൈസ് ക്യാൻ ഐ വൈബ് വിത്ത് ദിസ് പേഴ്സൺ? ക്യാൻ ഐ സിറ്റ് വിത്ത് ദം ഫോർ ലൈക്ക് 6 hours ഒരു ബാൽക്കണിയിലോ ഒരു ജ്യൂസ് കുടിച്ച് നമുക്ക് സ്കൈ നോക്കിയിരിക്കുക സംസാരിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത. സോ ഇഫ് വി ക്യാൻ ഡു ദാറ്റ് ആൻഡ് ഇഫ് എ സർക്കിൾ ടുഗെദർ ക്യാൻ വി ഓൾ മാച്ച് ആൻഡ് സെറ്റ്, അതായിരിക്കും ഇപ്പോഴത്തെ രീതി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ അന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ചിലപ്പോൾ കണ്ടിന്യൂ ആണ്. കാരണം വി ഗ്രൂ ടുഗെദർ. ഗ്രോ ആവാത്ത ആൾക്കാർ ഹാസ് സ്പ്ലിറ്റ്. ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആൾക്കാർ സിൻസ് grade 7, grade 6 അന്നോട്ട് അറിയുന്ന ആൾക്കാർ വി ഗ്രോ ഫിസിക്കലി ടുഗെദർ, mentally we went apart. We are not in touch anymore. But ഇപ്പോൾ ആൾക്കാർ the new ones are like very selective. പിന്നെ you should know ഇമോഷണൽ ഫ്രണ്ട്ഷിപ്പ് ആണോ വേണ്ടത്, അതോ ബിസിനസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പിന്നെ സോഷ്യൽ സർക്കിൾ ഒന്നുണ്ട്, ഇമോഷൻ സർക്കിൾ ഒന്നുണ്ട്. ദീസ് ആർ പീപ്പിൾ യു ഷെയർ തിങ്സ് വിത്ത്. ദീസ് ആർ ദ വൺസ് യു ഷെയർ ഐഡിയാസ് വിത്ത്. യു ക്യാൻ പ്രൊജക്ട് കൊലാബ് വിത്ത്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വേറെ, ഇങ്ങനത്തെ ഗ്രൂപ്പ്. ഓൾവേസ് സെപ്പറേറ്റ് ദീസ് പീപ്പിൾ. കാരണം ഒരിക്കലും മെർജ് മിക്സ് ചെയ്യരുത്. കാരണം വി നീഡ് ടു നോ. എനിക്ക് ഒരു പ്രശ്നം വന്നാൽ ഹൂ ടു കോൾ ആൻഡ് ടോക്ക് ടു. ഇയാളായിരിക്കരുത് നമ്മൾ ബിസിനസ്സും ചെയ്യണമെന്ന് വെച്ചാൽ മണി വൈസ് ചെയ്യാം, പക്ഷേ അതൊരു സെപ്പറേഷൻ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. So now it's not easy to make new friends. As you grow up, you have more. It's not easy to get married either. You'll have a lot of demands. That is normal. To have your standards. അപ്പോൾ എനിക്ക് ഫ്രണ്ട്ഷിപ്പിന് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബിക്കോസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് എ കമ്മിറ്റ്മെന്റ് ഇല്ലേ? When you spend time together, it affects each other. And you become like your friends and your friends become like you. So you have to be very careful about who you hang out with. ഈ നമ്മൾ പറയാറുണ്ട് ഈ വർഷങ്ങൾക്ക് ശേഷം ചില ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ഒരു കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും വർഷങ്ങൾക്ക് ശേഷം വിളിച്ചാലും നമ്മൾ 5 വർഷത്തിന് മുമ്പ് പറഞ്ഞു വെച്ച അതേ വൈബ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സുഹൃത്തുണ്ടോ? അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ട്. അത് that's another thing where we miss our childhoods. That's why we all connect that way. ഇന്നലെ വരെ ഒരു ഫ്രണ്ടിനെ കണ്ടേ ഉള്ളൂ. I've known him since I was 14 years old. And we still talk about memories. At the same time, we still talk about the today's time also. It's in a good frequency. ഈ നമുക്ക് സ്വയം നമ്മളെക്കുറിച്ച് അനലൈസ് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്. അപ്പം അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയാറുണ്ട്. അപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്താണ് അതിനെ കുറിച്ചിട്ട്? അതുപോലെ തന്നെ താങ്കളുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ് പറഞ്ഞത്? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഡീറ്റെയിൽസ്. ലൈക്ക് ഐ ലൈക്ക് ലിസണിങ് ടു ഡീറ്റെയിൽസ്. അങ്ങനെയാണ് തോന്നുന്നു സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വന്നതില്ലേ? ഒബ്സർവേഷൻ ചെയ്തിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ഈസ് ലൈക്ക് വെരി ഗുഡ്. ബിക്കോസ് കണക്ട് ചെയ്യണം പീപ്പിളായിട്ട്. മേ ബി ദേ ഡോണ്ട് റിയലൈസ് ദാറ്റ് യു സീ ദോസ് തിങ്സ് ടു. ബട്ട് ഇഫ് ഐ ഗോ ടു എ കൺട്രി ആൻഡ് ഐ സീ എ സർട്ടൻ ഡീറ്റെയിൽ ആൻഡ് ദേ ആർ ലൈക്ക്, ഹൗ ഡു യു നോ ദാറ്റ് ഡീറ്റെയിൽ? ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് അവർ കൾച്ചറൽ തിങ്. ഹൗ ഡു യു നോ ദാറ്റ്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. ഡ്രോബാക്ക് ഐ തിങ്ക് ഇസ് ബീങ്, എന്താ പറയുക, ഇത് ഒരു 7-8 വർഷം മുമ്പായിരുന്നു. ഐ തിങ്ക് there was a friend who mentioned that you are not exploiting the potential. You're not opening up fully because you're worried. And it was true. I was always worried, like, why would I try something and then fail and then look bad in front of people instead of just sitting and doing nothing. അങ്ങനത്തെ ഒരു കാര്യം വന്നത് I was true. I was very reluctant to do things, fearing failure. Not because freedom ഇല്ലാത്തതുകൊണ്ടല്ല. I have created freedom, but now I'm like, okay, freedom ഉണ്ട്,
ഇനിയിപ്പോൾ ഇത് ചെയ്യണോ വേണ്ടേ, സ്റ്റാൻഡപ്പ് കോമഡി കയറണോ, വാട്ട് ഇഫ് ഐ ഗെറ്റ് ബൂഡ്, വാട്ട് ഇഫ് ഐ ഗെറ്റ് പുഷ്ഡ് ഓഫ് ദ സ്റ്റേജ്, ഐ മീൻ ഇത് പേടിയാവ്. ദെൻ that friend mentioned like, I see a lot of things in you. I mean, you might not understand, but we outside, we see it. So we would like to see you do something. So angana I started trying things out. Allengi I would have minimized my potential to a certain level. Yeah. പക്ഷേ ഇപ്പം അതിനെയൊക്കെ മാറ്റി നമ്മൾ മുന്നിലേക്ക് വന്നല്ലോ. മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും കുറേ വർക്ക് ചെയ്യാനുണ്ട്. ആ ഫ്രണ്ട് ഇപ്പം സന്തോഷമായിരിക്കുന്നുണ്ട്. വെരി വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേടാ നിന്നോട് പറഞ്ഞത് അത് ചെയ്യാൻ. നീ വലതും പറഞ്ഞേക്കേ. പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമിൽ 1000 വീഡിയോസ് ഉണ്ട്. ഫസ്റ്റ് ചെയ്ത വീഡിയോ ഓർക്കുന്നുണ്ടോ? That was a cultural thing. Okay. How different people eat spicy food. കാരണം എനിക്ക് സ്പൈസി ഫുഡ് പറ്റൂല. അപ്പോൾ ഞാനാണ് ആക്ച്വലി അതിലെ വിക്ടിം. സോ ഹൗ പീപ്പിൾ ഫ്രം അതർ കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് സ്പൈസി ഫുഡ്. അപ്പം ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കാന്താരി മുളക് കഴിച്ചു. അതെനിക്ക് പണ്ട് ഓർമ്മയുള്ളതാണ്. കാരണം ടു ഷോ ഹൗ മൈ പേരൻസ് യൂസ് ടു ഈറ്റ്. അവർക്കൊക്കെ പിന്നെ ദേ ആർ യൂസ് ടു ചോറിൻ്റെ സൈഡിൽ ഒരു കാന്താരി മുളക് ഉള്ളത്. എനിക്ക് പറ്റില്ല, ഞാൻ കരയും. എന്നുവെച്ചാൽ എനിക്ക് ചെവിയിൽ നിന്നൊക്കെ പുക വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഷോട്ട് കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ വീട്ടിലെങ്ങനെ കഴിക്കണമെന്ന്. ചോറിടും, ഒറ്റ കടി. അതായിരുന്നു ഫസ്റ്റ്. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫസ്റ്റ് സ്കെച്ച്. അത് പോസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാ വെയിറ്റ് ചെയ്തിരുന്നു ഇത് എത്ര വ്യൂസ് എക്സ്പീരിയൻസ് പറയും, ഞാൻ കേൾക്കട്ടെ. വ്യൂസ് വരാൻ 20 വ്യൂസ് വരാൻ 2 ദിവസം എടുത്തു. ഫസ്റ്റ് കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഐ ആം ലൈക്ക് നോട്ടിഫിക്കേഷൻ കണ്ടാൽ ഭയങ്കര ഹാപ്പിയാ. കാരണം വാവ്, somebody looked at my thing, somebody looked at my content, somebody watched it, somebody commented. അപ്പോൾ അവർക്ക് അഭിപ്രായമുണ്ട്. യൂട്യൂബിൽ ഞാൻ ആക്സൻസ് വീഡിയോ ചെയ്തപ്പോഴായിരുന്നു എനിക്ക് ഫസ്റ്റ് കളക്ഷൻ വരുന്നത്. 100,000 വ്യൂസ് വരുന്നത് അതിനായിരുന്നു ഫസ്റ്റ് വീഡിയോ. സോ ദാറ്റ് വാസ് ലൈക്ക് ഇൻസൈൻലി, എനിക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു. ഐ വുഡ് റീഡ് എവറി കമന്റ് and then see if I can reply to each one of them. Because I'm like, okay, this person literally came to my video, watched the whole thing, spent time, and then wrote something for me. ഒരു കത്ത് പോലെ. And കത്തിന് മറുപടി അയക്കണമല്ലോ, അത് മറയതല്ലോ. So that used to be very exciting at the starting. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കുത്തിയിരുന്ന എല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കും. പിന്നെ I used to imagine like 1000 പേര് കണ്ടു. 1000 ആൾക്കാർ എന്ന് പറയുമ്പോൾ എത്ര 1000 ആൾക്കാർ? I would Google an image like 1000 people. ആ ഒരു ക്രൗഡില്ലേ, ഒരു പ്രൊട്ടസ്റ്റ്, ആ ഒരു ക്രൗഡ് കാണിക്കും ഗൂഗിൾ. നമ്മൾ എത്ര ആൾക്കാരുടെ വീഡിയോ കണ്ടു. വാവ്, I feel like I'm a big shot now. ഈ ആസ്ട്രോണോമർ ആ ഒരു ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്? ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. I used to read a lot. 8 വയസ്സ് തൊട്ട് I used to read about Mars. അന്നായിരുന്നു ഈ മാർസ് റോവേഴ്സ് തുടങ്ങിയത് നാസാന്ന്. പെർസിവറൻസ് ഒക്കെ ഇപ്പോൾ വന്നതാണ്. അന്ന് ഓപ്പർച്യൂണിറ്റി, സ്പിരിറ്റ്, ഇതൊക്കെയായിരുന്നു റോവേഴ്സ് മാർസ് ലാൻഡ് ചെയ്തത് 2003, 2004. I was like surprised how you can send a robot to Mars. And now I'm researching on that. I'm doing workshops in space robotics now. So ആ സമയത്ത് I was very curious, how do you make a mission to Mars, which is like a huge planet outside. 400 million kilometers ഒക്കെ ചിലപ്പം ദൂരം ഉണ്ടാവും. അടുത്ത് വരുമ്പോഴത്തേക്ക് 57 million. But how do you plan this? How do you send something? What are these planets? What's there in it? I mean, it's not nothing. എന്തെങ്കിലുമൊക്കെ കാണൂല അവിടെ. It's a huge planet. So അതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിലായിരുന്നു ഞാൻ വായിക്കാൻ തുടങ്ങിയത്. പിന്നെ ഫിസിക്സിലോട്ട് കയറി I tried to learn about it. നമ്മൾ ഈ ആസ്ട്രോണമേഴ്സിനെ ചോദിക്കാറുണ്ട്, do you believe in ghost എന്ന്? Ghost or aliens? Ghost or aliens? What do you believe? Ghosts, I don't think ghosts. I have a feeling there could be like other dimensional creatures. Is it? കാരണം നമ്മളിപ്പോൾ 3D we live in 3D. So all we see is 3D. You couch, you, this person, everybody is 3D. What if there's like a 4th dimension could be time, but there's a 5th dimension which is like something that we don't have access to. Higher dimensional creatures. There's lower dimensional insects that live in flat land. അവർക്ക് അപ്പില്ല. Okay. They have front, left, right, and their life is done. നമുക്ക് ചാടാം മുകളിലോട്ട്. നമ്മുടെ ഡിക്ഷണറിയിൽ അപ്പ് എന്നൊരു വേർഡ് ഉണ്ട്, അവരുടെ ഡിക്ഷണറിയിൽ അപ്പ് എന്നൊരു വേർഡ് ഇല്ല. സോ വാട്ട് ഇഫ് ദർ ഇസ് അനദർ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ 5th dimension, ലൈക്ക് ത്രൂ ഓർ ഇൻ ടു, ഐ ഡോണ്ട് നോ, വാട്ട് എവർ. അപ്പോൾ നമുക്ക് ആക്സസ് ഇല്ല അങ്ങോട്ട്. സോ ദർ കുഡ് ബി ദീസ് അതർ ക്രീച്ചേഴ്സ്. മാത്തമാറ്റിക്കലി വി ക്യാൻ ഗോ അപ്പ് ടു ഇൻഫിനിറ്റ് ഡിമെൻഷൻസ്. സോ വാട്ട് ഇഫ് ദർ ഇസ് ആക്ച്വലി എ വേൾഡ് that is the 6th dimension, 7th dimension, that could be. So അവരൊക്കെ നമ്മൾ ഗോസ്റ്റ് എന്ന് തള്ളേനേക്കാൾ വേഗം I could say higher dimensional intellectual creatures. അവർക്കൊരു വലിയ വാക്ക് കൊടുക്കാം അങ്ങനെ. TEDx സ്പീക്കർ ആകുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. അതേസമയം തന്നെ നമ്മൾ മുൻപിലിരിക്കുന്ന ഓഡിയൻസിനെ നമ്മൾ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണം. സോ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? TEDx ഫസ്റ്റ് വന്ന ഉടനെ എനിക്ക് രണ്ടാമത്തതും അപ്പം തന്നെ ആ സെയിം വീക്കിലാണ് വന്നത്. So December 17th last year was the first one to Dubai, and then December 20th was the second one. So I had 2 scripts in my mind. രണ്ട് വേറെ സ്ക്രിപ്റ്റാ, ഒരു ബന്ധമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് വൺ വാസ് മൈ കരിയർ, മൾട്ടിപ്പിൾ റവന്യൂ സോഴ്സസ്. രണ്ടാമത്തെ ഹൗ ഡു ഐ ലേൺ ദ ലാംഗ്വേജ് അറബിക്, അതായിരുന്നു രണ്ടാമത്തെ കോഴ്സ്, രണ്ടാമത്തെ ടോക്ക്. So I had to make sure that they didn't sound robotic. It should be feeling like I'm actually talking to these people. അപ്പോൾ I had to practice them both in different ways.
ഫസ്റ്റ് കുറച്ച് ഒഫീഷ്യലായിരുന്നു. Okay. And then I had to prepare the script in a way that it's connecting to people. So I did a way of making them imagine that they have a plate in their head, in their hands. We say we have too much on our hands, or too much on our plate. So I was telling them how I added each career into the plate. So every time I finish about talking about a career, I will like, plate കാണിക്കൂ ഇടൂ. So it was just an interactive thing. Okay. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വന്ന് സംസാരിച്ച പോയി. I hate that. I don't like the non-interactive talks. Okay. അപ്പോൾ അതിലൊരു ഇറ്റ്സ് എ വൺ സൈഡഡ് റേഡിയോ പോലെ ആവും അത്. യു കാൺ സ്പീക്ക് എനിത്തിങ്, യു കാൺ ഡു എനിത്തിങ് വിത്ത് ദ സ്പീക്കർ. സോ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ ട്രൈ ചെയ്തത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വാസ് യൂണിവേഴ്സിറ്റി. അത് വൈബായിരുന്നു, പിള്ളേരായിരുന്നു നിറച്ച്. നല്ല രസമായിരുന്നു അത്. അടിച്ച് ഫ്ലാറ്റ് ആക്കി. അത് ഫ്ലാറ്റാക്കി. നമ്മൾ ഇത്രയും മലയാളം മൂവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസ് ഒക്കെ കണ്ടിട്ട് വരുമ്പോൾ ഈ എമറാത്തി ഫിലിംസിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ആക്ടേഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ജോഗ്രഫി മാറുമ്പോൾ അല്ലെങ്കിൽ ഇമോഷൻ മാറുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. സോ അവരുടെ കൂടെ അഭിനയിച്ചപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു? ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ പെട്ടെന്ന് അഡാപ്റ്റബിൾ ആകാൻ പറ്റുമോ? സിൻസ് ഐ സ്പീക്ക് ദ ലാംഗ്വേജ് ഐ ഡോണ്ട് ഹാവ് എനി ആ ഒരു ഇഷ്യൂ മൊത്തത്തിൽ ആ ബാരിയർ മൊത്തത്തിൽ പോകും. Arabs are very nice people if you know their culture. You just have to, be one with the team. So അവരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാർ ആക്ച്വലി സോഷ്യൽ മീഡിയ പിള്ളേരായിരുന്നു കൂടുതൽ ആക്ടേഴ്സ് ഉണ്ടായിരുന്നത്. സോ അവരൊക്കെ എനിക്ക് പണ്ടേ അറിയാം. സോ ദ ആക്ടിങ് വാസ് പ്രിറ്റി ഫൺ. ബട്ട് ഇമോഷൻ സ്റ്റോറി വൈസ് ഒക്കെ സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ്. കാരണം ഫസ്റ്റ് മൂവിക്ക് വന്നത് ഈ അടുത്ത 2012 ഒരു മൂവി വന്നിരുന്നു. പക്ഷേ സജീവമായത് ഈ ഒരു 2018-19 ടൈമിലാണ് മൂവീസ് ബാക്ക് ടു ബാക്ക് വരാൻ തുടങ്ങിയത്. പിന്നെ കോവിഡായി, പിന്നെ കുറച്ച് സ്ലോ ഡൗൺ ആയി, പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. But it's still growing. It's a very fresh industry. So it will take time for the development to happen. But we are patient. And I know that good scripts are coming. Okay. ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആക്ടർ ആരാണ്? ചെറുപ്പം തൊട്ട് ഈ വാച്ച് മമ്മൂക്ക മോഹൻലാലാണ് എൻ്റെ ഐഡൽസ്, ലൈക്ക് ബോത്ത് ഓഫ് ദം. ബട്ട് റീസെൻ്റ്ലി ഫഹദ് ഫാസിൽ ഹാസ് ചേഞ്ച്ഡ് മീ. ഫഹദ് ഫാസിൽ ഹാസ് ഗിവൻ മീ ദാറ്റ് ഐഡിയ you could be anything and you can become anything. Okay. Biggest example of that. I mean, I watched his first movie. Yeah. And I watched how it was. And I saw that person in him who was controlled by the director. He didn't have his identity in that. He did the role very well. Whatever he wanted, he did. He was a cute guy in that. That's the other point. He disappeared. He came back. And then he struggled. And now he's one of the biggest. And now he's like the icon. So, എവിടെ എത്തി. That's inspiration for me. Yes. മൾട്ടി റോൾസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബിസി സ്കെഡ്യൂളാണ്. അപ്പം നമുക്ക് എപ്പോഴാണ് നമ്മൾ എന്ന് എക്സോസ്റ്റഡ് ആവും. സോ ഹൗ യു ലൈക്ക് ടു റിലാക്സ്? I have my apartment for that. ഓക്കെ. അവിടെ എനിക്ക് ഒരു ആസ്ട്രോനോട്ടിൻ്റെ ലുക്കിൽ ഒരു ബൾബ് ലൈറ്റ് ഉണ്ട്, ഗാലക്സി ലൈറ്റ് എന്ന് പറയാം. അതിനെ കോർണറിൽ വെച്ചിട്ട് ഞാൻ സീലിംഗിൽ അടിക്കും. എന്നിട്ട് സൗണ്ട് സിസ്റ്റത്തിൽ ഐ ജസ്റ്റ് പ്ലേ മൈ ഫേവറേറ്റ് ലിസ്റ്റ് ഓഫ് സോങ്സ്. കൗച്ചിൽ കാലം കയറ്റി വെച്ചിട്ട് തല ബാക്കി വെച്ചിട്ട് ഒരു ഇരിപ്പുണ്ട്. ഐ സോൺ ഔട്ട് ഫോർ ലൈക്ക് 2 hours ഈസിലി. ആ 2 മണിക്കൂർ ആരും കോൺടാക്റ്റും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. എമർജൻസി ആണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തോ. എനിക്ക് ആ ഒരു ഐ നീഡ് ദാറ്റ് ടൈം ഫോർ മൈ സെൽഫ്. പിന്നെ ഐ ഹാവ് മൈ ഗെയിമിംഗ് സിസ്റ്റം. ഗെയിമിംഗ് ഫോർ മീ ഈസ് തെറപ്പി. I go to these certain places. GTA game ഉണ്ട്. GTA and I go to these mountains where I can park my car, stand outside and then check out the sky. A game ഉള്ളതാ അത്. പക്ഷേ for me it's like an activity that I do to refresh. Like I would not do things that give you temporary fun. Like I don't drink. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് so I like to find the happiness in these things. പിന്നെ sports. ഒരു സോളിറ്റ്യൂഡ്. Solitude is important. Sometimes it's necessary that you have to be alone. Sit with your thoughts. Phone ഒന്നും ഇല്ലാണ്ട് you can play music in the background, sit with yourself. You have to always do that, at least like few minutes a day. We are all very എനിക്കുള്ളതാ ഇത് റെസ്റ്റ്ലെസ്നെസ് എനിക്ക് ഭയങ്കര ഉള്ളതാണ്. I have to have my phone, I have to check like what's happening. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു അനക്കം. സ്മോക്കിംഗ് ഓൾസോ. If you think about smoking, why do people smoke? അവർക്കൊരു ഹാബിറ്റായി മാറിയത് എന്തുകൊണ്ടാണ്? അവർക്ക് നമുക്കൊന്ന് ചായ കുടിക്കുന്ന പോലെയാണ് നമുക്ക് സിഗരറ്റ്. Yeah. So I see people at 50 degrees just standing outside and smoking. I'm like, okay, what is the thing that you get from smoke? ഉഷ്ണേന ശാന്തി കൃഷ്ണ. ഈ ഒരു ഉഷ്ണത്തിൽ imagine like you're doing fire. I mean, that's a habit. So you're restless, so you want to get a break. അതുപോലെയാണ് എല്ലാ ആൾക്കാരും പല കാര്യങ്ങളോടും ഇറങ്ങി പോകുന്നത്. But instead of doing extra for yourself, I would like to slow down. Give myself, my mind and my body the rest that it needs. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആള് ഭാവിയിൽ നല്ലൊരു ഡയറക്ടർ ആകാനുള്ള ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും മൂവി? I have a story in mind. Multiple stories actually. അതൊന്നും എഴുതിയിട്ടില്ല, അതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. Direction is actually pretty interesting. കാരണം മനസ്സിൽ കണ്ടത് ഫിസിക്കലായിട്ടൊരു റിസൾട്ട് കാണുന്നത്. That's like artist painting.